Good to see all of you who have come out to study the Word of God. നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ വചനം പഠിക്കുവാനായി കടന്നു വന്നോർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്നു. Last week we were talking about spiritual growth and inner strength. കഴിഞ്ഞ ആഴ്ച നാം ആത്മിക വളർച്ചയെക്കുറിച്ചും അകമയുള്ള മനുഷ്യന്റെ ശക്തിയെക്കുറിച്ചും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. It is when we become stronger inside that we grow spiritually. നമ്മുടെ അകമയുള്ള മനുഷ്യൻ ശക്തി പ്രാപിക്കുമ്പോൾ നാം ആത്മിക വളർച്ച ഉള്ളവരായിത്തീരുന്നു. We looked at various passages in the New Testament that talk about spiritual strength. ആത്മിക വളർച്ചയെക്കുറിച്ചും ആത്മീയ ശക്തിയെക്കുറിച്ചും നിരവധി വാക്യങ്ങൾ നാം പുതിയ നിയമത്തിൽ നിന്ന് വായിക്കുകയുണ്ടായി. We started with Ephesians 3:16. എഫേസ്യ ലേഖനം 3:16 വാക്യത്തിൽ നമ്മൾ ആരംഭിച്ചു. Where Paul talks about strengthened in the inner man. അകമയുള്ള മനുഷ്യന്റെ ശക്തിയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് അവിടെ സംസാരിക്കുന്നു. Then in Colossians chapter 1 in his prayer, കൊലോസ്യ ലേഖനം 1 തന്റെ പ്രാർത്ഥനയിൽ he prays that we may be made stronger for patience and long suffering. സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കും വേണ്ടി നാം ശക്തിയുള്ളവരായി തീരണം എന്ന് കൊലോസ്യ ലേഖനത്തിൽ നാം വായിക്കുകയുണ്ടായി. Then we looked at Philippians 4:13. ഫിലിപ്പി ലേഖനം 4:13 വാക്യത്തിൽ I can do all things through Christ who strengthens me. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്ന് വായിക്കുകയുണ്ടായി. Then we went to Ephesians chapter 6. എഫേസ്യ ലേഖനം 6 where we are told that we need to become strong to stand against the wiles of the evil one. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടതിന് നമുക്ക് ആത്മശക്തി അല്ലെങ്കിൽ ആത്മ വളർച്ച ആവശ്യമാണെന്ന് നാം ചിന്തിക്കുകയുണ്ടായി. 2 Timothy chapter 2. 2 തിമോത്തിയോസ് 2 Paul exhorts the believers in the context of Christian ministry to become strong in the grace of our Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയാൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആത്മവളർച്ചയുള്ളവരായി തീരണം, ആത്മശക്തിയുള്ളവരായി തീരണമെന്ന് പൗലോസ് തിമോത്തിയോസിനെ ഉദ്ബോധിപ്പിക്കുന്നു. In the same epistle, അതേ ലേഖനത്തിൽ he says, in the court case against me, everyone left me. തനിക്കെതിരെ ഒരു ന്യായവിസ്താരത്തിൽ എല്ലാവരും തന്നെ കൈവിട്ടു. But the Lord stood with me and strengthened me. എന്നാൽ ദൈവം കർത്താവ് തന്നോട് കൂടെ നിന്ന് തന്നെ ബലപ്പെടുത്തിയെന്ന് വായിക്കുകയുണ്ടായി. And he helped me to accomplish all that God wants me to accomplish. കർത്താവ് തന്നെ ഉദ്ദേശിച്ചൊക്കെയും നിവൃത്തിയാക്കേണ്ടതിന് കർത്താവ് തന്നെ ശക്തിപ്പെടുത്തിയെന്ന് വായിക്കുകയുണ്ടായി. So we need spiritual strength to face difficulties and troubles in life. നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ നേരിടുന്നതിന്, പ്രതിസന്ധികൾ നേരിടുന്നതിന് നമുക്ക് ആത്മശക്തി ആവശ്യമാണെന്ന് ചിന്തിക്കുകയുണ്ടായി. We need inner strength to stand against the wiles of the devil. നമ്മുടെ അകമയുള്ള മനുഷ്യൻ ശക്തിപ്പെടേണ്ടത് ആവശ്യമാണ് പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടതിന് എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. We need to be strengthened in order to be content in all situations of life. എല്ലാ അവസ്ഥയിലും അലംഭാവത്തോടെ ഇരിക്കേണ്ടതിന് നമുക്ക് ആത്മശക്തി ആവശ്യമാണെന്ന് നാം ചിന്തിക്കുകയുണ്ടായി. Now we are going to look at another aspect of spiritual strength. അതിന്റെ മറ്റൊരു തലത്തിലേക്ക്, ആത്മീയ ശക്തിയുടെ മറ്റൊരു തലത്തിലേക്ക് നാം നോക്കാൻ പോകുകയാണ്. Spiritual strength that we need in order to face trials and difficulties in life. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നേരിടുമ്പോൾ നമുക്ക് ആത്മശക്തി ആവശ്യമാണ് എന്നതിനെക്കുറിച്ച്. That is applicable to all of us. നമുക്ക് എല്ലാവർക്കും അത് ആപ്ലിക്കബിൾ ആണ്. Because all of us in this world are facing some sort of trial or difficulty. ഈ ലോകത്തിലുള്ള നാം എല്ലാവരും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ നേരിടുന്നവരാണ്. There is no one who has no difficulty. പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ ഇല്ലാത്തവരായി ആരും തന്നെ ഇല്ല. Everyone sitting here is facing some sort of difficulty in life. നാം ഇരിക്കുന്ന എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള പ്രശ്നമോ പ്രതികൂലമോ നേരിടുന്നവരാണ്. And therefore all of us need this spiritual strength to handle that difficulty. നമുക്ക് എല്ലാവർക്കും ഈ പ്രതികൂലങ്ങളെ നേരിടുന്നതിന് വേണ്ടി ആത്മശക്തി അല്ലെങ്കിൽ ആത്മീയ ശക്തി ആവശ്യമാണ്. Shall we turn to 2 Corinthians chapter 12? 2 കൊരിന്ത്യർ 12 നമ്മൾ ശ്രദ്ധയെ തിരിക്കാം. There Paul talks about a great difficulty that he faced in his life. തന്റെ ജീവിതത്തിൽ പൗലോസ് നേരിട്ട വലിയൊരു പ്രതിസന്ധിയെക്കുറിച്ച് താൻ അവിടെ പറയുന്നു. We will read verses 7 to 10. 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 2 Corinthians 12, 7 to 10. 2 കൊരിന്ത്യർ 12 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായ നിഗളിച്ചു പോകാതിരിക്കുവാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. അതെന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിലും പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. Here Apostle Paul shares one of his
most difficult experiences in life. തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രതികൂലമായ ഒരു സാഹചര്യത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുകയാണ്. He doesn't tell us exactly what it was. അതെന്താണെന്ന് പൗലോസ് വ്യക്തമായി ഇവിടെ പറയുന്നില്ല. It only says a messenger of Satan to buffet me. ഇവിടെ ഇങ്ങനെ പറയുകയാണ്, സാത്താന്റെ ഒരു ദൂതനെ എന്നെ കുത്തുവാനായി ഏൽപ്പിച്ചു എന്ന് പറയുകയാണ്. That is called thorn in the flesh. അതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ജഡത്തിൽ ഒരു ശൂലം. Now from those usages we understand that it was something very difficult. ഈ പ്രയോഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, അത് വളരെ കാഠിന്യമേറിയ ഒന്നായിരുന്നു. Imagine having a thorn in your flesh pricking you all the time. ഒന്ന് ചിന്തിച്ചു കൊള്ളുക, ഒരു മുള്ള് നമ്മുടെ തൊലിപ്പുറത്തുണ്ട്, നമ്മൾ എപ്പോഴും കുത്തുകയാണെന്ന് ചിന്തിച്ചു കൊള്ളുക. And it keeps on pricking. അത് കുത്തിക്കൊണ്ടേ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. That will be very, very painful. അത് വളരെ വേദനയുള്ളതാണ്. And then it says it is a messenger of Satan to buffet me. ഇവിടെ ഇങ്ങനെ പറയുന്നു, സാത്താന്റെ ഒരു ദൂതനെ എന്നെ കുത്തുവാനായി ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. Well, that expression also shows that it was something very, very difficult. ഈ പ്രയോഗങ്ങൾ അത് വളരെ തീവ്രതയുള്ള അതികഠിനമായ ഒന്ന് ആണെന്ന് കാണിക്കുന്നു. So Paul faced a very difficult trial or difficulty in his life. അപ്പോസ്തലനായ പൗലോസ് വളരെ പ്രയാസമേറിയ പ്രതികൂലം തന്റെ ജീവിതത്തിൽ നേരിടുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. And we read here that there was a reason why God allowed it in his life. വീണ്ടും നമ്മുടെ വായിക്കുന്നു, ദൈവം അത് അനുവദിച്ചതിന് ഒരു കാരണം ഉണ്ടായിരുന്നു. Verse 7 gives us the reason. 7-ാം വാക്യം അതിന്റെ കാരണം കാണിക്കുന്നു. So that he will not be exalted by the abundance of the revelations he received. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ താൻ അതിയായ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് അതായിരുന്നു. We know that Paul is the one who received a lot of revelation concerning spiritual truths. നമുക്കറിയാം, അനേക ആത്മീയ സത്യങ്ങളെക്കുറിച്ച് വളരെ വെളിപ്പാടുകൾ ലഭിച്ച ഒരു ദേവദാസനാണ് പൗലോസ്. Most of the truths concerning the church was revealed through Apostle Paul. സഭയെ സംബന്ധിക്കുന്ന വളരെയധികം സത്യങ്ങൾ ലഭിച്ച ഒരാളാണ് അപ്പോസ്തലനായ പൗലോസ്. And he is the one who wrote most of the epistles. താനാണ് അധികവും ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളത് നമുക്കറിയാം. And people say he was the greatest Christian. താൻ ഒരു വലിയ ക്രിസ്തീയ വിശ്വാസിയാണെന്ന് ആളുകൾ പറയും. And he lived a wonderful life, no doubt. തീർച്ചയായിട്ടും താൻ വളരെ നല്ലൊരു ജീവിതം ജീവിച്ചു, അത് സംശയമില്ല. And here he stands in the midst of some big problems. ഇവിടെ താൻ ചില പ്രശ്നങ്ങളുടെ മധ്യേ നിൽക്കുകയാണ്. Now what was his problem? എന്തായിരുന്നു തന്റെ പ്രശ്നം? As we said, we don't know exactly. നാം പറഞ്ഞതുപോലെ നമുക്ക് വ്യക്തമായി എന്താണെന്ന് അറിയുകയില്ല. Different people give different interpretations. പല ആളുകൾ അതിന് പല വ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ട്. I do not want to go into them. ഞാൻ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. But we just want to say that it was something very bad. എന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയും, അത് വളരെ പ്രയാസമുള്ള ഒന്നായിരുന്നു. What is the reason? എന്താണ് അതിന്റെ കാരണം? To keep him humble. തന്നെ താഴ്മയുള്ളവനാക്കി നിർത്തേണ്ടതിന് വേണ്ടി. God has a reason for all that he does. ദൈവം ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും തനിക്കൊരു കാരണമുണ്ട്. God has a reason for all that he does. ദൈവം ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും തനിക്കൊരു കാരണമുണ്ട്. We may not understand all the reasons. ഒരുപക്ഷെ നമുക്ക് ആ കാരണങ്ങൾ മനസ്സിലാകത്തില്ല. He may not explain all the reasons. ആ കാര്യങ്ങൾ ദൈവം നമ്മോട് വിവരിച്ചു എന്ന് വരികയില്ല. Even if God explains, we may not understand them. ഒരുപക്ഷെ ദൈവം അത് വിവരിച്ചുവെങ്കിൽ നമുക്കത് മനസ്സിലായി എന്നും വരികയില്ല. When we are faced with difficulties in life, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ നേരിടുമ്പോൾ we usually ask questions to God. നാം ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. God, why did you allow this in my life? ദൈവമേ, എന്തിനാണ് എന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ അനുവദിച്ചത്? We are big enough to ask those questions, but we are not big enough to understand all the answers. ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ തക്കവണ്ണം നാം വളർച്ചയുള്ളവരാണ്, എന്നാൽ ചോദ്യങ്ങളുടെ ഉത്തരം മനസ്സിലാക്കുവാൻ തക്കവണ്ണമുള്ള വളർച്ച നമുക്കില്ല. See, a little boy sees an airplane flying up in the sky. ചിന്തിക്കുക, ഒരു കൊച്ചു കുഞ്ഞ് ഒരു എയറോപ്ലെയിൻ ആകാശത്തൂടെ പറന്നു പോകുന്ന കണ്ടു. And he is asking his dad, how is it that this plane with 400 people, why doesn't it fall down? താൻ തന്റെ പിതാവിനോട് ചോദിക്കുകയാണ്, 400 ആളുകളുള്ള ഈ പ്ലെയിൻ എന്തുകൊണ്ട് താഴേക്ക് വീഴുന്നില്ല? How can it fly up like this? അതെങ്ങനെ ഇത്ര ഉയരത്തിൽ പറക്കുവാൻ സാധിക്കും? He is big enough to ask that question. ആ ചോദ്യം ചോദിക്കുവാൻ തക്കവണ്ണം തനിക്ക് ബുദ്ധിയുണ്ട്. But if the father explains the law of aerodynamics or the science behind it, that boy is not big enough to understand that. എന്നാൽ ആ പിതാവ് അതിന്റെ ആ കാരണങ്ങൾ തന്നോട് പറയുകയാണ് എങ്കിൽ ആ കുഞ്ഞിന് അത് മനസ്സിലാക്കുവാനുള്ള ബുദ്ധി അല്ലെങ്കിൽ അതിനുള്ള പ്രാപ്തി ആയിട്ടില്ല. He is big enough to ask that question. ആ ചോദ്യം ചോദിക്കുവാൻ തക്കവണ്ണം താൻ ബുദ്ധിയുള്ളവനാണ്. But he is not big enough to understand the answer. എന്നാൽ അതിന്റെ ഉത്തരം മനസ്സിലാക്കുവാൻ തക്കവണ്ണം തന്റെ ബുദ്ധി നമുക്ക് പ്രാപ്തി ഇല്ല. That is so with us. അതാണ് അതിന്റെ അർത്ഥം. We are big enough to ask God questions. നാം ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുവാൻ തക്കവണ്ണം വളർച്ചയുള്ളവരാണ്. But because our minds are finite, we are not big enough to understand
all the reasons and answers that God might give us. എന്നാൽ നമ്മുടെ ജ്ഞാനത്തിന്റെ അപൂർവത നിമിത്തം ദൈവം തരുന്ന എല്ലാ ഉത്തരങ്ങൾക്കും അത് മനസ്സിലാക്കുവാനുള്ള പ്രാപ്തി നമുക്കില്ല. Now there's nothing wrong in asking God questions. ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. In the Bible we read some prophets asking God questions. തിരുവചനത്തിൽ അനേക പ്രവാചകന്മാർ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിച്ചാൽ വായിക്കും. When you pass through difficulties, അവർ പ്രതികൂലങ്ങളിൽ കടന്നു പോയപ്പോൾ out of your sorrow you may ask God, why did you allow this in my life? അവരുടെ ദുഃഖത്തിൽ അവർ ചോദിക്കുന്നുണ്ട്, ദൈവമേ എന്റെ ജീവിതത്തിൽ അങ്ങ് എന്തിനാണ് ഇത് അനുവദിച്ചതെന്ന്. I don't think God will be angry at you because you ask him that question. ദൈവം ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് കൊണ്ട് നിങ്ങളോട് കോപിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. I think God will take it in the right spirit. ദൈവം അത് അതിന്റെ യഥാർത്ഥ ഇതിൽ തന്നെ എടുക്കുമെന്ന് വിചാരിക്കുന്നു. You can ask questions to God, ദൈവത്തോട് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം, but don't question God. എന്നാൽ ദൈവത്തെ ചോദ്യം ചെയ്യരുത്. Did you understand that? ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Don't question God. ദൈവത്തെ ചോദ്യം ചെയ്യരുത്. See, when you question God, you are demanding an answer from God. Come on, tell me. നാം ദൈവത്തെ ചോദ്യം ചെയ്യുമ്പോൾ നാം ദൈവത്തിൽ നിന്നൊരു ഉത്തരം കഠിനമായി പ്രതീക്ഷിക്കുകയാണ്. That is not right. അത് ശരിയായ കാര്യമല്ല. Out of your sorrow, you can ask questions to God. God will not be upset about it. നമ്മുടെ വിഷമത്തിൽ നമുക്ക് ദൈവത്തോട് ചില കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം, എന്നാൽ ദൈവത്തെ ചോദ്യം ചെയ്യുവാനായി പാടില്ല. Don't challenge God. ദൈവത്തെ ഒരിക്കലും ചലഞ്ച് ചെയ്യരുത്. Don't demand an answer from God. ദൈവത്തിൽ നിന്ന് ഒരിക്കലും ഒരു ഉത്തരം കഠിനമായി നാം പ്രതീക്ഷിക്കരുത്. If you try to figure out what God has pleased to keep as a secret, you will be confused. ദൈവം രഹസ്യമായി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അറിയുവാനായി നാം അതിയായി ദൈവത്തോട് ചോദിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നാം കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ്. What God has chosen not to reveal, ദൈവം വെളിപ്പെടുത്തരുത് എന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ, and if you want to figure that out, അത് നമുക്ക് മനസ്സിലാക്കണം അതിയായി ആഗ്രഹിക്കുന്നുവെങ്കിൽ you will be confused. നാം കൺഫ്യൂസ്ഡ് ആയി തീരും. So when we are passing through difficulties, നാം പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ nothing wrong in asking God questions, ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. but don't question God or challenge God. എന്നാൽ ദൈവത്തെ ചോദ്യം ചെയ്യുവാനോ ദൈവത്തോട് ക്വസ്റ്റ്യൻ ചോദിക്കുവാനോ പാടില്ല. It is up to him to decide what he will reveal, what he will not reveal. എന്ത് വെളിപ്പെടുത്തണം എന്ത് വെളിപ്പെടുത്തണ്ട എന്നുള്ളത് പൂർണ്ണമായും ദൈവത്തിന്റെ പരമ അധികാരമാണ്. Certain things belong to the sovereign knowledge of God beyond our territory. ചില കാര്യങ്ങൾ ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ പൂർണ്ണമായി അധിഷ്ഠിതമായ കാര്യങ്ങളാണ്, അത് നമ്മുടെ പരിജ്ഞാനത്തിലുള്ള It കാര്യങ്ങളല്ല. is best for us not to know it. നമുക്ക് ആ കാര്യങ്ങൾ അറിയാതിരിക്കുകയാണ് നല്ലത്. It is enough for us to know that God is good and he has a reason for all that he does. ദൈവം നല്ലവനാണെന്ന് താൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണമുണ്ട് എന്ന് നാം അറിയുന്നത് നല്ലതാണ്. Think of the life of Joseph. യോസഫിന്റെ ജീവിതത്തിലേക്ക് As he നോക്കുമ്പോൾ passed through all those ഈ difficulties, പ്രയാസങ്ങളിലൊക്കെ താൻ കടന്നു പോയപ്പോൾ God did not explain to him. ദൈവം തന്നോട് അതിനൊന്നും കാരണങ്ങൾ പറഞ്ഞായി കാണുന്നില്ല. God did not explain to him why he was put in prison, എന്തിനാണ് താൻ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടതെന്ന് പറഞ്ഞില്ല. why his brothers insulted him or planned to kill him. തന്റെ സഹോദരന്മാർ തന്നെ എന്തിനാണ് ഉപദ്രവിച്ചതോ തന്നെ കൊല്ലുവാൻ ശ്രമിച്ചത് എന്തിനാണെന്ന് പറഞ്ഞില്ല. God did not explain that. ദൈവം അതൊന്നും വിവരിച്ചതായി നാം But കാണുന്നില്ല. God wanted him to trust God and walk by faith. എന്നാൽ ദൈവം തന്നിൽ നിന്ന് ആഗ്രഹിച്ചൊരു കാര്യം ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കുവാനും പൂർണ്ണമായി ആശ്രയിക്കുവാനും ദൈവം തന്നിൽ നിന്ന് ആഗ്രഹിച്ചു. That is the first lesson we learned here. നാം പഠിക്കേണ്ടുന്ന ആദ്യ പാഠം അതാണ്. God has a reason for all that he does. ദൈവത്തിന് താൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണമുണ്ട്. We don't have to understand all the details. ആ കാരണങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കേണ്ട ആവശ്യം നമുക്കില്ല. We just have to trust God, ദൈവത്തെ പൂർണ്ണമായി ആശ്രയിക്കേണ്ടതാണ് ആവശ്യം. knowing that God is good and all that he does is good. ദൈവം നല്ലവനാണെന്നും താൻ ചെയ്യുന്നതൊക്കെ നല്ലതാണെന്നും നാം വിശ്വസിക്കേണ്ടത് ആവശ്യമായി. A good God can never do a bad thing. നല്ലവനായ ദൈവത്തിന് ഒരിക്കലും ഒരു തീയതായ കാര്യം ചെയ്യാൻ സാധിക്കുകയില്ല. When the Bible says God is good, തിരുവചനത്തിൽ ദൈവം നല്ലവനാണെന്ന് പറയുമ്പോൾ that means all God's thoughts and plans and intentions and imaginations are good. ദൈവത്തിന്റെ ഹൃദയ നിരൂപണങ്ങളും മനോനിരൂപണങ്ങളും ഒക്കെ നല്ലതാണ്. Nothing evil or dark or bad about God's plans. അതിൽ യാതൊരു പാപമോ കളങ്കമോ തെറ്റായ ഒന്നുമോ ഇല്ല. Okay, here God had a reason. ഇവിടെ ദൈവത്തിന് കാരണമുണ്ട്. What was the reason? എന്താണ് കാരണം? To keep Paul humble. പൗലോസിനെ ഹംബിളാക്കി സൂക്ഷിക്കുക. Because he received a lot of revelations that others had not received. മറ്റനേകർക്ക് ലഭിച്ചിട്ടില്ലാത്ത അനേക വെളിപ്പാടുകൾ ലഭിച്ചതിനാൽ പൗലോസിനെ താഴ്മയോടെ നിർത്തേണ്ടത്. You know, when God gives us spiritual understanding, ദൈവം നമുക്ക് ഒരു ആത്മീയ വെളിപ്പാട് വരുത്തുമ്പോൾ, when God uses us, ദൈവം നമ്മെ ഉപയോഗിക്കുമ്പോൾ we also tend to become proud. നാം ഒരുപക്ഷെ അഹങ്കാരമുള്ളവരായി തീരാൻ That സാധ്യത. can happen to me, that can happen to you. ഒരുപക്ഷെ എനിക്ക് സംഭവിക്കാം, നിങ്ങൾക്ക് സംഭവിക്കാം. So sometimes God chooses to keep us humble using some means. ഒരുപക്ഷെ ദൈവം നമ്മെ താഴ്മയോടെ നിർത്തേണ്ടതിന് വേണ്ടി ചില കാരണങ്ങളൊക്കെയും ദൈവം അനുകരിച്ചേക്കാം. Because our character is more important to God than our comfort. നമ്മുടെ കംഫോർട്ടിനേക്കാൾ നമ്മുടെ സ്വഭാവം ദൈവത്തിന് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. God is more interested in our character than in our comfort.
നമ്മുടെ സുഖങ്ങളെക്കാൾ നമ്മുടെ സ്വഭാവത്തെ ദൈവം അധികമായി ഇഷ്ടപ്പെടുന്നു. So Paul also stood in danger of becoming proud. ഇവിടെ പൗലോസും അതേ ഒരു അവസ്ഥയിൽ കൂടെ ആയിരിക്കുകയാണ്, ഒരുപക്ഷെ താൻ നിഗളിച്ചു പോകാവുന്ന അവസ്ഥയിലായിരിക്കുകയാണ്. Now I am very happy to read this. ഞാൻ വളരെ സന്തോഷമുണ്ട് ഇത് വായിക്കുന്നത്. Because this tells me that Paul was a man exactly like me. ഇത് നമ്മെ കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. പൗലോസ് നമ്മെ പോലെ ഒരു മനുഷ്യനായിരുന്നു. Paul was no superman. പൗലോസ് ഒരിക്കലും ഒരു അമാനുഷ്യനല്ലായിരുന്നു. When God uses us, we tend to become proud. When God used Paul, there was a possibility for him also to become proud. ദൈവം നമ്മെ ഉപയോഗിക്കുമ്പോൾ ഒരുപക്ഷെ നാം അഹങ്കാരമുള്ളവരായി തീരാം. അതുപോലെ തന്നെ ദൈവം പൗലോസിനെ ഉപയോഗിച്ചപ്പോൾ പൗലോസിനെ നിഗളിച്ചു പോകാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. That can happen to any one of us. അത് നമ്മൾ ആർക്കും സംഭവിക്കാൻ Anyone can സാധ്യതയുണ്ട്. become proud. നമ്മൾ ആരും ഒരുപക്ഷെ നിഗളിച്ചു പോകാൻ സാധ്യതയുണ്ട്. But God wants to keep us humble. എന്നാൽ ദൈവം നാം താഴ്മയുള്ളവരായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. And that is one reason why God allows certain difficulties in our life. നമ്മുടെ ജീവിതത്തിൽ ചില പ്രതികൂലങ്ങൾ വരുത്തുന്നതിന്റെ ഒരു കാരണം അതാണ്. That's not the only reason. അത് മാത്രമല്ല കാരണം, But that is one of the reasons. കാരണങ്ങൾ ഒന്ന് മാത്രം അതാണ്. God wants all of us to be humble. നാം ഓരോരുത്തരും താഴ്മയോടെ ആയിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. However, God might use us tremendously. ദൈവം നമ്മെ ബൃഹത്തായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. Whatever gifts and abilities and ministries God might give us, നമുക്കുള്ള ആത്മീയ ശുശ്രൂഷകളൊക്കെയും ദൈവം തന്നിരിക്കുന്നു. we need to keep ourselves humble before God. എന്നാൽ നാം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്മയുള്ളവരെ സൂക്ഷിക്കേണ്ടതാണ്. And if we are not humble, നാം താഴ്മയുള്ളവരല്ല എങ്കിൽ, if there is a possibility of our becoming proud, നാം നിഗളിക്കുവാൻ സാധ്യത ഉണ്ട് എങ്കിൽ, God may use certain means to keep us humble. നമ്മെ താഴ്മയുള്ളവരാക്കി തീർത്താൻ ദൈവം ചില മുഖാന്തരങ്ങളെ ഉപയോഗിക്കും. So that is what happened to Apostle Paul here. അപ്പോസ്തലനായ പൗലോസ് സംഭവിച്ച കാര്യം ഇതാണ്. So remember this. ഇത് ഓർത്തുകൊള്ളുക. God is more interested in our character than in our comfort. ദൈവം നമ്മുടെ സ്വഭാവത്തെ അധികമായി ഇഷ്ടപ്പെടുന്നു നമ്മുടെ സുഖത്തെക്കാൾ. When we get to heaven, നാം സ്വർഗ്ഗത്തിലേക്ക് എത്തുമ്പോൾ, and when we look back at our life on this earth, നമ്മുടെ ജീവിതത്തിൽ ഭൂമിയിലുള്ള നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, we will understand quite clearly why God allowed certain difficulties in our life. നമ്മുടെ ജീവിതത്തിൽ ചില പ്രതികൂലങ്ങൾ ദൈവം എന്തിനാണ് തന്നത് എന്ന് നമുക്ക് അന്നേരം മനസ്സിലാകും. Some troubles, why they were not removed in spite of our repeated prayers. നാം പലവട്ടം പ്രാർത്ഥിച്ചതും ചില പ്രതികൂലങ്ങൾ ദൈവം മാറ്റാത്തത് എന്താണെന്ന് നമുക്ക് അന്ന് We മനസ്സിലാകും. prayed so many times, നാം പലവട്ടം പല കാര്യങ്ങൾക്ക് but God പ്രാർത്ഥിച്ചിട്ടുണ്ട്, did not remove it. എന്നാൽ ദൈവം അത് മാറ്റിയില്ല. And we don't understand the reason either. നമുക്ക് അതിന്റെ കാരണവും അറിയത്തില്ല. But when we get to heaven എന്നാൽ നാം സ്വർഗ്ഗത്തിലെത്തുമ്പോൾ, and look back, നാം തിരിഞ്ഞു നോക്കുമ്പോൾ, we may understand why God did not answer all our prayers. നമ്മുടെ ചില പ്രാർത്ഥനകൾക്ക് ദൈവം എന്തുകൊണ്ട് ഉത്തരം തന്നില്ല എന്ന് ഒരു പക്ഷെ നമുക്ക് മനസ്സിലാകും. Here, Paul prayed thrice, ഇവിടെ പൗലോസ് 3 വട്ടം പ്രാർത്ഥിച്ചു. but God did not answer it in the way that Paul wanted it to be answered. പൗലോസ് ആഗ്രഹിച്ച രീതിയിൽ ദൈവം ഒരു ഉത്തരം നൽകിയതായി നാം കാണുന്നില്ല. That can happen to us. നമുക്ക് ഒരുപക്ഷെ സംഭവിക്കാം. We may pray very earnestly, നാം ഒരുപക്ഷെ വളരെ മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. but we may not get an answer as we want. ഒരുപക്ഷെ നാം ആഗ്രഹിക്കുന്ന ഉത്തരം തിരിച്ചു കിട്ടിയില്ല എന്ന് വരാം. That doesn't mean God doesn't answer prayer, എന്ന് വെച്ചിട്ട് ദൈവം പ്രാർത്ഥനകൾ കേൾക്കുന്നില്ല എന്നല്ല അതിന്റെ അർത്ഥം. but that means God answers our prayers only for our good. നമ്മുടെ നല്ലതിന് മാത്രം ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നു എന്നതാണ് അതിന്റെ സാരാംശം. We usually thank God for answering our prayers. ദൈവത്തിന് നാം പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് നന്ദി കരയറ്റാറുണ്ട്. Thank you, Lord, for answering my prayer. എന്റെ പ്രാർത്ഥനകൾ കേട്ടതിന് നന്ദി പറയാറുണ്ട്. We also need to thank God for not answering some of our prayers. എന്നാൽ നമ്മുടെ ചില പ്രാർത്ഥനകൾക്ക് ദൈവം കേൾക്കാതെ അല്ലെങ്കിൽ ഉത്തരം നൽകാതിരിക്കുന്നതിന് നാം നന്ദി കരയേറ്റേണ്ടത് If ആവശ്യമാണ്. God had answered all your prayers, probably you would not have been as happy and good as you are today. നാം ഇന്ന് സന്തോഷത്തിലായിരിക്കുന്നതിന് പ്രധാന കാരണം ദൈവം നമ്മുടെ പല പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാത്തതാണ്. Thank God that He doesn't answer all our prayers. നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ദൈവം ഉത്തരം നൽകാത്തതിന് ദൈവത്തിന് നന്ദി കരയറ്റാം. Because He knows what is best for us. Accordingly, He answers our prayers. നമുക്ക് ഏറ്റവും നല്ലത് ഏതെന്ന് അറിയാൻ ദൈവം അതിനനുസരിച്ചാണ് പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നത്. Pride is worse than any other disease. അഹങ്കാരം മറ്റേത് രോഗത്തെക്കാളും അതീവ ഗുരുതരമാണ്. That is why the Lord allowed that difficulty in Paul's life to keep him humble. അതുകൊണ്ടാണ് പൗലോസിന്റെ ജീവിതത്തിൽ തന്നെ താഴ്മയുള്ളവനാക്കി നിർത്തേണ്ടതിന് ഈ പ്രതികൂലം കൊടുത്തത്. Okay, whom did God use to keep Paul humble? പൗലോസിനെ താഴ്മയുള്ളവനാക്കി തീർക്കുവാൻ വേണ്ടി ദൈവം ആരെയാണ് ഉപയോഗിച്ചത്? God used Satan. ദൈവം സാത്താനെയാണ് ഉപയോഗിച്ചത്. Oh, that's amazing. അത് അതിശയകരമായിരിക്കുന്നു. God alone can do such wonderful things. ദൈവത്തിന് മാത്രമേ ഇങ്ങനത്തെ അതിശയകരമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കൂ. Satan is the proudest being in the universe. ലോകത്തിലെ ഏറ്റവും അഹങ്കാരമുള്ള ജീവി അല്ലെങ്കിൽ സൃഷ്ടിയാണ് സാത്താൻ. You know that. നമുക്കതറിയാം. He is the proudest being in the universe. ഏറ്റവും പ്രപഞ്ചത്തിലെ ഏറ്റവും അഹങ്കാരമുള്ള സൃഷ്ടിയാണ് സാത്താൻ. God used that Satan to teach Paul humility. എന്നാൽ ഇതേ സാത്താനെ ഉപയോഗിച്ചുകൊണ്ട് പൗലോസിനെ താഴ്മ പഠിപ്പിക്കുകയാണ് ദൈവം. That is wonderful. That is something that God only can do. അത് വളരെ അതിശയകരമായിരിക്കും. ദൈവത്തിന് മാത്രം സാധ്യമായ ഒരു കാര്യമാണ്. God takes the most proud person to teach his servant humility. ഏറ്റവും അഹങ്കാരമുള്ള ഒരു മനുഷ്യനെ താഴ്മ പഠിപ്പിക്കുവാനായി ദൈവം ഉപയോഗിക്കുന്നു.
That is what happened to Paul. ഇതാണ് പൗലോസിന് സംഭവിച്ചത്. So he prayed thrice. 3 വട്ടം താൻ പ്രാർത്ഥിച്ചു. We all do the same. നാം എല്ലാവരും ചെയ്യാറുണ്ട്. When we are faced with the difficulty, we pray repeatedly, Lord, take away this trouble. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നാം ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ ഈ പ്രശ്നത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന്. 3 times he prayed that it might depart from him. 3 വട്ടം താൻ പ്രാർത്ഥിക്കുകയുണ്ടായി തന്നിൽ നിന്ന് വിട്ടുപോകേണ്ടതിനായി. What was the answer? എന്നാൽ ഉത്തരം എന്തായിരുന്നു? No was the answer. നോ, അല്ലെങ്കിൽ അരുത്, ഇല്ല എന്നുള്ളതായിരുന്നു അതിന്റെ ഉത്തരം. God did not remove that difficulty. ദൈവം ആ പ്രതികൂലം മാറ്റിയില്ല. God did not give him a promise, okay, I will answer your prayer and remove your difficulty. No. നിന്റെ പ്രശ്നങ്ങൾ മാറ്റുമ്പോൾ ദൈവം ഒരു വാഗ്ദത്തം അവിടെ കൊടുത്തില്ല. Sometimes that happens to us also. ഒരു പക്ഷേ ഇത് ചിലപ്പോൾ നമുക്കും സംഭവിക്കാം. Sometimes when we pray very earnestly, God says no. വളരെ മുട്ടിപ്പായി നാം പ്രാർത്ഥിക്കുമ്പോൾ പക്ഷെ ദൈവം ഇല്ല എന്ന് പറയാം. But don't get discouraged. എന്ന് വെച്ച് നാം ഡിസ്കറേജ് ആവാൻ പാടില്ല. You know why? എന്തുകൊണ്ടാണെന്ന് അറിയുമോ? If God ever says no to you, ഒരു പക്ഷെ ദൈവം നമ്മോട് നോ പറയുന്നുവെങ്കിൽ he will never put a full stop after that, but he will also say, I will give you my grace. ഒരു പക്ഷെ അതൊരിക്കലും അന്ത്യമല്ല, ഞാൻ നിനക്ക് എന്റെ കൃപ തരും എന്ന് ദൈവം പറയുകയാണ്. God will never put a full stop after no. ഒരു ഈ അരുതിന് ശേഷം അല്ലെങ്കിൽ ഇല്ലായ്ക്ക് ശേഷം ദൈവം ഒരു ഫുൾ സ്റ്റോപ്പ് അല്ലെങ്കിൽ അവസാനം ഒരിക്കലും ഉണ്ടാക്കുകയില്ല. If God only said no, we would have been in trouble. ദൈവം അരുത് അല്ലെങ്കിൽ ഇല്ല എന്ന് മാത്രം പറയുന്നുവെങ്കിൽ നാം പ്രശ്നത്തിലാകുമായിരുന്നു. Suppose I am praying for a removal of my difficulty, എന്റെ പ്രയാസങ്ങൾ മാറുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ and God says no, I will not remove it. ദൈവം പറയുകയാണ് ഇല്ല ഞാൻ അത് മാറ്റുകയില്ലെന്ന് പറയുകയാണെങ്കിൽ Then I become hopeless. എനിക്ക് പ്രതീക്ഷ God, നഷ്ടപ്പെടും. what will happen to me? എന്ത് സംഭവിച്ചു എന്ന് ആലോചിക്കുമായിരുന്നു. But God never does that. പക്ഷെ ദൈവം ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. If he ever says no to you, താൻ നമ്മോട് ഇല്ല അല്ലെങ്കിൽ അരുത് എന്ന് പറയുന്നുവെങ്കിൽ he will also say, but I will give you my grace. ദൈവം അവിടെ പക്ഷേ എനിക്ക് നിന്റെ കൃപ അല്ലെങ്കിൽ ഇല്ല പക്ഷേ എന്റെ കൃപ നിനക്ക് തരും എന്ന് ദൈവം പറയും. Dearly beloved, this is something very, very comfortable and encouraging. ഇത് വളരെ ആശ്വാസദായകരവും ധൈര്യം നൽകുന്നതുമാണ്. If God ever says no to you, ദൈവം നമ്മോട് അരുത് അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്നുവെങ്കിൽ he will also say, but I will give you my grace. ദൈവം വീണ്ടും ഇങ്ങനെ പറയും, പക്ഷേ അല്ലെങ്കിൽ ഞാൻ നിനക്ക് നിന്റെ കൃപ തരുമെന്ന് പറയും. That is what God told Paul. അതാണ് പൗലോസിനോട് ദൈവം I'm ചെയ്യുന്നത്. not going to take away your difficulty, ഞാൻ നിന്റെ പ്രതികൂലങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല, but I will give you my strength. എന്നാൽ എന്റെ കൃപ ഞാൻ നിനക്ക് തരും. And the Lord said, my grace is sufficient for you. വീണ്ടും അവിടെ പറയുകയാണ് എന്റെ കൃപ നിനക്ക് മതിയായതാകുന്നു. What is the meaning of grace here? എന്താണ് ഇവിടെ കൃപയുടെ അർത്ഥം? See, the grace has two aspects of meanings in the New Testament. പുതിയ നിയമത്തിലേക്ക് നാം നോക്കുമ്പോൾ ഗ്രേസ് അല്ലെങ്കിൽ കൃപയ്ക്ക് 2 അർത്ഥങ്ങളുണ്ട്. One is what we read in Ephesians chapter 2. ഒന്നെന്ന് പറയുന്നത് എഫേസ്യർ 2 അധ്യായത്തിൽ നാം കാണുന്ന കൃപയാണ്. Grace that saves us. നമ്മെ രക്ഷിച്ച ദൈവകൃപ. It is the unmerited favor God bestows upon sinners. പറന്നുതീരാത്ത നമുക്ക് പാപികളുടെ മേൽ അർപ്പിച്ചിട്ടുള്ള പറന്നുതീരാത്ത കൃപ. That is the grace of God. അതാണ് ദൈവത്തിന്റെ കൃപ. That is what saves us. അതാണ് നമ്മൾ രക്ഷിച്ച ദൈവകൃപ. But that's not the only meaning. അത് മാത്രമല്ല അതിന്റെ ഏക അർത്ഥം. Here it means something else. ഇവിടെ മറ്റൊന്നാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. My grace is sufficient. എന്റെ കൃപ നിനക്ക് മതി. And there that grace is explained. പിന്നെ ആ കൃപ എന്താണെന്ന് അവിടെ എഴുതിയിരിക്കുകയാണ്. What is that grace? എന്താണ് ആ കൃപ? It is my strength made perfect in weakness. അവിടെ ആ കൃപ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നു, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. Grace equals the strength of God given to us in our weakness. കൃപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രതികൂലങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ ദൈവത്തിന്റെ ശക്തി എന്ന് അതിനൊരു സാരാംശം കൊടുക്കാൻ. In the first place, grace is saving us. ആദ്യത്തെ സ്ഥാനത്ത് നാം കാണുകയുണ്ടായി നമ്മെ രക്ഷിച്ച ദൈവകൃപ എന്ന്. And here grace sustains us. ഇവിടെ നമ്മെ പുലർത്തുന്ന ദൈവകൃപയെ കുറിച്ച് നാം കാണുന്നു. Grace holds us up. നമ്മെ പുലർത്തുന്ന, നമ്മെ ഉയർത്തുന്ന ദൈവകൃപയെ കുറിച്ച് So കാണുന്നു. there are two aspects of grace. കൃപയ്ക്ക് 2 തലങ്ങളുണ്ട്. I was saved by grace, ഞാൻ കൃപയാൽ രക്ഷിക്കപ്പെട്ടു. and I am being sustained by the grace of നമ്മെ God. പുലർത്തുന്ന ദൈവകൃപയെ കുറിച്ച് നാം വായിക്കുകയാണ്. So here the meaning of grace is strength of God. ഇവിടെ ദൈവത്തിന്റെ ശക്തി എന്ന കൃപയ്ക്ക് ഒരു സാരാംശം നാം കാണാം. Strength that is made perfect in my weakness. എന്റെ ബലഹീനതകൾ എന്നെ ശക്തനാക്കി നിർത്തുന്ന ദൈവകൃപ. The enablement God gives me to cope up with the difficulties in my life. എന്റെ ജീവിതത്തിലെ പ്രതികൂലങ്ങളെ നേരിടാൻ ദൈവം തരുന്ന ദൈവകൃപ. That is called the grace of God. അതാണ് ദൈവകൃപ. What a wonderful thing that is. എത്ര വലിയൊരു കാര്യമാണത്. Grace that saved me. എന്നെ രക്ഷിച്ച ദൈവകൃപ. Grace sustains me till the end. എന്നെ അന്ത്യം വരെയും പുലർത്തുന്ന ദൈവകൃപ. What I cannot do in my own power, എന്റെ ശക്തിയിൽ എനിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ God enables me to do it. ദൈവം എന്നെ ചെയ്യുവാൻ വേണ്ടി ബലപ്പെടുത്തുകയാണ്. That is called grace. അതിനാണ് കൃപ എന്ന് പറയുന്നത്. I hope you understand that. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. What I cannot do in my power, എന്റെ ശക്തിയിൽ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ God helps me to do that. ഈ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം എന്നെ ബലപ്പെടുത്തും. God gives me the ability, the
enablement to do that. ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള കൃപയും ശക്തിയും ദൈവം എനിക്ക് തരുന്നു. That is called the grace of God. ഇതാണ് ദൈവത്തിന്റെ കൃപ. So we have been talking about strength, right? നാം ശക്തിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. From last week we were talking about the strength of God. നാം ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ Here ആഴ്ച. is another aspect of the strength of God. ഇത് ദൈവത്തിന്റെ ശക്തിയുടെ മറ്റൊരു തലമാണ്. Strength that sustains me. നമ്മെ പുലർത്തുന്ന ദൈവശക്തി. Strength that keeps me afloat, not sinking down. നാം മുങ്ങിപ്പോകാതെ തളർന്നു പോകാതെ നമ്മെ തളർത്തുന്ന ദൈവശക്തി. Strength that is given to us in our weakness. നമ്മുടെ ബലഹീനതകൾ തരുന്ന ദൈവശക്തി. So the Lord said, my grace is sufficient, my strength is made perfect in your weakness. ദൈവം പറയുകയാണ്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. The Lord did not change the situation. ദൈവം ആ സിറ്റുവേഷനെ മാറ്റിയതായി നാം കാണുന്നില്ല. Very often we want the situation to be changed. പലപ്പോഴും സാഹചര്യങ്ങൾ മാറ്റുവാനായി നാം ആഗ്രഹിക്കാറുണ്ട്. But He changes us in the midst of that situation. എന്നാൽ ആ സാഹചര്യങ്ങളുടെ മധ്യേ ദൈവം നമ്മെ മാറ്റുന്നു. He did not change Paul's situation. പൗലോസിന്റെ സാഹചര്യങ്ങളെ താൻ മാറ്റിയില്ല. But He changed Paul in the midst of that situation. എന്നാൽ ആ സാഹചര്യങ്ങളുടെ മധ്യേ താൻ പൗലോസിനെ മാറ്റി. When we are in the midst of a storm in the sea, ഒരുപക്ഷെ നാം സമുദ്രത്തിൽ ഒരു കൊടുങ്കാറ്റിന്റെ മധ്യയാണ് വിചാരിക്കുക. our prayer is, Lord, please calm the storm. നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെ ആയിരിക്കും, ദൈവമേ ഈ കൊടുങ്കാറ്റ് നടക്കണമേ, Please calm the ഈ storm. കൊടുങ്കാറ്റ് നടക്കണമേ എന്ന്. Sometimes He calms the storm. ഒരുപക്ഷെ ദൈവം ചിലപ്പോൾ കൊടുങ്കാറ്റിനെ അടക്കിയേക്കാം. Sometimes He doesn't calm the storm. ഒരുപക്ഷെ ചിലപ്പോൾ താൻ ഈ കൊടുങ്കാറ്റിനെ അടക്കില്ല എന്നും വരാം. But He calms your heart. പക്ഷെ ഒരുപക്ഷെ തന്റെ ഹൃദയത്തിൽ ശാന്തത തരും. He calms your heart so much that you can stand in the midst of that ആ storm. കൊടുങ്കാറ്റിന്റെ മധ്യയിലും ഭയപ്പെടാതെ നിൽക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തിൽ ദൈവം ശാന്തത തരും. We want the storm to cease. നാം ആ കൊടുങ്കാറ്റ് അടങ്ങുവാനായി നാം ആഗ്രഹിക്കുന്നു. But sometimes God causes the storm in our heart to cease. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ഹൃദയത്തിലെ കൊടുങ്കാറ്റ് അടങ്ങുന്നതിന് ദൈവം കാരണമാക്കി തീരും. God chooses which one is best for us. ദൈവം നമുക്ക് വേണ്ടി അത് തിരഞ്ഞെടുക്കും, ഏതാണ് നല്ലതെന്ന്. Sometimes when we pray, He removes our problem. ഒരുപക്ഷെ ദൈവം നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റും. Sometimes He allows the problem to remain there. ഒരുപക്ഷെ താൻ ആ പ്രശ്നത്തെ അവിടെ തന്നെ നിർത്തിയിട്ട് But He gives us the grace to face that ആ problem. പ്രശ്നങ്ങളെ നേരിടുവാനുള്ള കൃപ ദൈവം നമുക്ക് തരും. God chooses which one to, which way to show us. ആ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഏതാണ് നമുക്ക് തരേണ്ടതെന്ന് ദൈവമാണ് തിരഞ്ഞെടുക്കുന്നത്. When we walk down the road, ഒരുപക്ഷെ നാം റോഡിലൂടെ നടന്നു പോകുമ്പോൾ there are stones on the path. ആ റോഡിൽ അനേക കല്ലുകൾ ചിലപ്പോൾ കാണും. And our prayer is, Lord, remove all the stones from my path. നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാണ്? ആ കല്ലുകളൊക്കെ എന്റെ വഴിയിൽ നിന്ന് മാറ്റണമെന്ന് നാം പ്രാർത്ഥിക്കാറുണ്ട്. Please take away all the ഈ stones. കല്ലുകളൊക്കെ എടുത്ത് മാറ്റണമെന്ന് നാം പ്രാർത്ഥിക്കാൻ സാധ്യതയുണ്ട്. Sometimes the Lord removes the stones. ഒരുപക്ഷെ ദൈവം കല്ലുകൾ മാറ്റാം. But very often the Lord doesn't remove the stone. എന്നാൽ പലപ്പോഴും ദൈവം കല്ലുകൾ മാറ്റിയതും വരില്ല. But He keeps your leg from dashing against the stone. എന്നാൽ നമ്മുടെ കാൽ കല്ലിൽ തട്ടി പോകാതെ വണ്ണം ഒരുപക്ഷെ ദൈവം നമ്മെ കരുതി. Is the stone removed? കല്ല് മാറിയോ? No. ഇല്ല. Is your problem over? നമ്മുടെ പ്രശ്നം മാറിയോ? No. ഇല്ല. But He will keep your foot from being taken. And He that- will keep your foot from dashing against that stone. എന്നാൽ നമ്മുടെ കാൽ കല്ലിൽ തട്ടി പോകാതെ വണ്ണം ദൈവം നമ്മെ സംരക്ഷിക്കും. That is how God operates. അങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. This is a beautiful passage in the New Testament that teaches us precious lessons concerning our trials and difficulties in life. നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും കുറിച്ച് വ്യക്തമായി എഴുതിയിരിക്കുന്ന പുതിയ നിയമത്തിലെ ഒരു വാചകമാണ്, ഒരു വാക്യമാണ് ഇത്. So He said, I'm not going to remove this, ഞാനിത് മാറ്റുവാനായി പോകുന്നില്ല, but I will give you my grace. എന്നാൽ എന്റെ കൃപ നിനക്ക് തരും. I will give you sufficient strength to cope up with your difficulty. ഈ പ്രയാസങ്ങളെ നേരിടുവാനുള്ള ദൈവകൃപ, ദൈവശക്തി ഞാൻ നിനക്ക് തരും. Grace helps us to do what we cannot do in our own strength. നമുക്ക് നമ്മുടെ ശക്തിയാൽ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യുവാനുള്ള കൃപ ദൈവം നമുക്ക് തരും. God's grace can cover all our weaknesses. നമ്മുടെ എല്ലാ ബലഹീനതകളെയും കവർ ചെയ്യാൻ ശക്തമാണ് ദൈവത്തിന്റെ കൃപ. That is why the Lord said, my grace is sufficient for you. Whatever be your situation, my grace is all covering, all embracing. It is sufficient for you. നമ്മുടെ ഏത് സാഹചര്യങ്ങളിലും ഏത് പ്രതികൂലങ്ങളിലും അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, എന്റെ കൃപ നിനക്ക് മതി. So we need to learn a wonderful lesson here. നമ്മുടെ ഒരു പാഠം പഠിക്കേണ്ടിയിരിക്കുന്നു. If it pleases God, let Him remove the difficulty. ദൈവത്തിന് പ്രസാദമെങ്കിൽ ആ പ്രതികൂലം താൻ മാറ്റട്ടെ. But if it doesn't remove the difficulty, താൻ ആ പ്രതികൂലം മാറ്റുന്നില്ല എങ്കിൽ remember, He will give us the grace to cope up with that difficulty. ആ പ്രതികൂലങ്ങളെ നേരിടുവാനുള്ള കൃപ ദൈവം നമുക്ക് തരും. Let the stone be there, കല്ലവിടെ ഇരുന്നോട്ടെ, but I will keep your foot from dashing against that stone. എന്നാൽ നമ്മുടെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വേണം ദൈവം നമ്മെ കരുതും. God doesn't remove our problems always, ദൈവം എപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റിയെന്ന് വരികയില്ല, but He leads us through them all. എന്നാൽ ആ പ്രശ്നങ്ങൾക്ക് മധ്യയിലൂടെ ദൈവം നമ്മെ നയിക്കും. Because
because He knows what we are passing through. നമുക്ക് ദൈവത്തിന് അറിയാം നാം ഏത് പ്രയാസങ്ങളിലൂടെ You കടന്നു know, പോകുന്നത്. our God is an omnipotent God. നമുക്കറിയാം നമ്മുടെ ദൈവം സർവജ്ഞാനിയായ ദൈവമാണ്, Our God is a all-powerful God. സർവശക്തനായ ദൈവമാണ്, And our God is an omniscient God who knows everything. സർവം അറിയുന്ന ദൈവമാണ് താൻ. When you pass through the storms in life, നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളിലൂടെ നാം നേരിടുമ്പോൾ because He is omniscient, He knows where you are in the storm. സർവജ്ഞാനിയായ ദൈവമായതിനാൽ ആ പ്രതികൂലത്തിൽ നാം എവിടെയായിരിക്കും ദൈവത്തിന് അറിയാം. Because He is omnipotent, He is with you to strengthen you in the midst of that storm. താൻ സർവശക്തനായിരിക്കാൻ ആ പ്രതികൂലങ്ങളുടെ മധ്യേ നമ്മെ ശക്തനാക്കുവാൻ അവൻ മതിയായവനാണ്. Because He is omnipresent, He is with you in the midst of that difficulty. താൻ സർവ്വവ്യാപിയായതിനാൽ അതിന്റെ മധ്യേ കടന്നു വന്ന് നമ്മെ സഹായിക്കുവാൻ താൻ പ്രാപ്തനാണ്. And God gives us an opportunity to experience His power in the midst of our problems. ആ പ്രശ്നങ്ങളുടെ മധ്യേ ദൈവത്തിന്റെ ശക്തി അനുഭവിച്ചറിയുവാൻ ദൈവം നമുക്കൊരു അവസരം A നൽകുകയാണ്. deeper appreciation of the strength of God. ആ ദൈവശക്തിയുടെ ഒരു അപ്രീസിയേഷൻ. What we cannot appreciate in comfort, we can appreciate in difficulty. നാം സുഖത്തിലിരിക്കുമ്പോൾ ഒരു പക്ഷെ നമുക്ക് ഇത് അനുഭവിക്കാൻ കഴിയുമെന്ന് വരത്തില്ല, എന്നാൽ നമ്മുടെ പ്രതികൂലങ്ങളിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് അനുഭവിക്കുവാൻ കഴിയും. So the Lord said, "My grace is sufficient." ദൈവം പറയുകയാണ്, എന്റെ കൃപ നിനക്ക് മതി. Next verse, next sentence says, അടുത്ത സെന്റൻസ് ഇങ്ങനെ പറയുന്നു, "Therefore, most gladly I will rather boast in my infirmities." അതുകൊണ്ട് എന്റെ ബലഹീനതകൾ ഞാൻ പ്രശംസിക്കുമെന്ന് പൗലോസ് പറയുകയാണ്. Paul is jumping up with joy. താൻ വളരെ സന്തോഷത്തിൽ തീവ്രതയിലായിരിക്കുകയാണ്. I am boasting, I am rejoicing in my infirmities. എന്റെ പ്രശ്നങ്ങൾ, എന്റെ പ്രതികൂലങ്ങളിൽ ഞാൻ അത്യന്തം സന്തോഷിക്കുന്നു. Paul, is your problem over? നിന്റെ പ്രശ്നങ്ങൾ മാറിയോ? Paul says, "No, my problem is not over." പൗലോസ് ഇങ്ങനെ പറയാൻ, എന്റെ പ്രശ്നങ്ങൾ മാറിയിട്ടില്ല. Is your prayer answered? നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചുവോ? No, my prayer is not answered. ഇല്ല, എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചിട്ടില്ല. Then why are you jumping up with joy? എന്തുകൊണ്ടാണ് താൻ സന്തോഷത്തിൽ ഇങ്ങനെ ആയിരിക്കുന്നത്? Paul tells the reason, പൗലോസ് ഇങ്ങനെ പറയുകയാണ്, that the power of Christ may rest upon me. ക്രിസ്തുവിന്റെ ശക്തി എന്മേൽ ആവസിക്കേണ്ടതിന് I can experience the power of God in a way that I have never experienced before. ഇതിനു മുമ്പ് ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ എന്മേൽ ആവസിക്കുന്ന ദൈവത്തിന്റെ ശക്തി ഞാൻ ഇപ്പോൾ അറിയുകയാണ്. I depend on God more now. ഞാൻ പൂർണ്ണമായ ദൈവത്തിൽ ഇപ്പോൾ I ആശ്രയിക്കുന്നു. receive His strength more now. ദൈവത്തിന്റെ ശക്തി അധികമായി എനിക്ക് I ലഭിച്ചു. experience His power more now. ദൈവത്തിന്റെ ശക്തി പൂർണ്ണമായി എനിക്ക് അറിയാൻ കഴിയും. Therefore I am rejoicing. അതുകൊണ്ടാണ് ഞാൻ സന്തോഷിക്കുന്നത്. I am not rejoicing because my problem is solved. എന്റെ പ്രശ്നം മാറിയതുകൊണ്ടല്ല ഞാൻ സന്തോഷിക്കുന്നത്. I am rejoicing because I am able to experience the strength of God more in my life. എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ശക്തി അധികമായി അനുഭവിക്കാൻ കഴിഞ്ഞതിനാണ് ഞാൻ സന്തോഷിക്കുന്നത്. I have learned to become more dependent on God. ഞാൻ ദൈവത്തിൽ കൂടുതലായി ആശ്രയിക്കുവാൻ ഞാൻ When പഠിച്ചു. I realize my weakness, എന്റെ ബലഹീനതകൾ ഞാൻ മനസ്സിലാക്കിയപ്പോൾ that helps me to depend on God more. ദൈവത്തിൽ കൂടുതലായി ആശ്രയിക്കുവാനായി എനിക്കിടയാകുന്നു. That is a mark of spiritual maturity. അതൊരു ആത്മീക പക്വതയുടെ തെളിവാണ്. See, when our children grow up, നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ they are dependent on parents for everything. നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ മാതാപിതാക്കൾ എല്ലാ കാര്യങ്ങളിലും ആശ്രിതരാണ്. Brush their teeth, they depend their parents. എപ്പോഴും താൻ മാതാപിതാക്കളെ For ആശ്രയിക്കാറുണ്ട്. every little thing. എല്ലാ ചെറിയ കാര്യങ്ങൾക്കും മാതാപിതാക്കളെ But as they grow up, എന്നാൽ അവർ വളർന്നു വരുമ്പോൾ they become more and more independent. എന്നാൽ അവർ വളർന്നു വരുമ്പോൾ അവർ അകന്നകന്ന് പോകുന്നതായി കാണാൻ കഴിയും. That shows they have become more mature. അവരുടെ പക്വത നമുക്കിവിടെ കാണുന്നു. But in the spiritual realm, it's the other way around. എന്നാൽ ആത്മിക ലോകത്തിൽ തിരിച്ചാണ്. The more you grow spiritually, നാം അധികമായി ആത്മീയം വളരുമ്പോൾ the more you become dependent on God. നാം കൂടുതലായി ദൈവത്തിൽ ആശ്രയിക്കുന്നു. This is something wonderful. ഇത് വളരെ അതിശയകരമാണ്. When you grow spiritually more, നാം ആത്മീയമായി അധികമായി വളരുമ്പോൾ you become less independent and you become more dependent on God. നാം തനിയെ ചെയ്യാതെ കൂടുതലായി നാം ദൈവത്തിലേക്ക് ആശ്രയിക്കുന്നു. So, Christian maturity, spiritual growth is not becoming independent of God. ആത്മീയ വളർച്ച എന്ന് പറഞ്ഞാൽ ദൈവത്തെ കൂടാതെ ചെയ്യുന്ന കാര്യങ്ങളല്ല. It is not saying, I have grown spiritually now I don't need God's help. ഞാൻ ആത്മവളർച്ചയുള്ളവനായി തീർന്നു, എനിക്കിനും ദൈവത്തിന്റെ സഹായം വേണ്ട എന്നുള്ളതല്ല. Mark of spiritual growth is, ആത്മവളർച്ചയുടെ അടയാളം I become more and more dependent on God, realizing my weakness more and more. എന്റെ ബലഹീനതകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ അധികമായി ദൈവത്തിൽ ആശ്രയിക്കുന്നതാകുന്നു. I sometimes think like this. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. I have preached maybe thousands of sermons so far. ഞാൻ അനേകം മെസ്സേജുകൾ ചെയ്തിട്ടുണ്ട് ഇതുവരെയും. For the past 40 years or more I've been preaching. കഴിഞ്ഞ 40 വർഷങ്ങളധികമായി ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. But if I need to give another message, ഞാൻ ഇനിയൊരു മെസ്സേജ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ I have to depend on God. ദൈവത്തിൽ എനിക്ക് ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. I cannot say, I have preached 500 sermons, so next message is no problem. ഞാൻ 500 മെസ്സേജുകൾ ചെയ്തു, അടുത്ത ഒരു പ്രസംഗത്തിൽ എനിക്ക് പ്രയാസമില്ലാതെ പറയാൻ കഴിയുകയില്ല. It is not like that. അങ്ങനെയല്ല കാര്യം. One more message, ഒരു മെസ്സേജും കൂടെ I ചെയ്യണം. need to go to God. എനിക്ക് ദൈവസന്നിധിയിലേക്ക് God, I need your help.
എനിക്ക് ദൈവത്തിന്റെ I need your strength. എനിക്ക് ഇതിന്റെ ശക്തി I want you to help me. എന്നെ സഹായിക്കാൻ ആവശ്യമായിരിക്കുന്നു. That is how we grow spiritually. അങ്ങനെയാണ് നാം ആത്മീയമായി വളരേണ്ടത്. Not becoming independent, but becoming more and more dependent on God. നാം തനിയെ ചെയ്യുകയല്ല, ദൈവത്തെ കൂടുതലായി ആശ്രയിക്കുവാനായി. And when you depend on God more, നാം ദൈവത്തെ കൂടുതലായി ആശ്രയിക്കുമ്പോൾ, as Paul said here, പൗലോസ് പറഞ്ഞതുപോലെ, I will experience the power of Christ resting upon me. ദൈവത്തിന്റെ ശക്തി നമ്മിൽ മേൽ ആവസിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായി ഇടയാകും. That is the advantage of the grace of God upon you. ദൈവത്തിന്റെ കൃപയുടെ, നമ്മുടെ മേലുള്ള ദൈവത്തിന്റെ കൃപയുടെ ഗുണം അതാണ്. You will experience the power of God more and more in your life. ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ അധികമായി വർദ്ധിച്ചു വരുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. 100 years from now, ഇന്നൊക്കെ 100 വർഷത്തിന് ശേഷം, the trouble that you pass through today will have no significance. നാം ഇന്ന് കടന്നു പോകുന്ന പ്രയാസങ്ങൾക്ക് യാതൊരു വിലയും ഉണ്ടാകുകയില്ല. Did you understand that? ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Whatever be your trouble now, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നാലും 100 years later, 100 വർഷം കഴിയുമ്പോൾ that trouble will have no relevance. ആ പ്രശ്നങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയും ഉണ്ടാകുകയില്ല. But the spiritual maturity and spiritual wealth that you gain as you pass through this trouble will have value even after 100 years. എന്നാൽ നാം 100 വർഷം കഴിഞ്ഞ് ഇപ്പോൾ നാം അനുഭവിച്ചിട്ടുള്ള ആത്മശക്തിയും ആത്മീക ഉന്നമനവും നമ്മുടെ ജീവിതത്തിൽ വളരെയധികം നമുക്ക് സഹായമായിരിക്കും. Even when you get to eternity, നാം നിത്യതയിലെത്തുമ്പോഴും the spiritual wealth that you gain today, നമുക്ക് ഇന്ന് ലഭിച്ച ആത്മസമ്പത്ത്, that will be your credit in eternity also. അന്ന് നാം സ്വർഗ്ഗത്തിലായിരിക്കുമ്പോൾ അത് നമ്മുടെ ക്രെഡിറ്റ് ആയിരിക്കും. That will bring you rewards. നമുക്ക് അനേക പ്രതിഫലങ്ങൾ ലഭിക്കുവാൻ. Your trouble you will forget. നമ്മുടെ പ്രശ്നങ്ങൾ നാം മറക്കും. But the spiritual strength you derived in the midst of that trouble will become a blessing to you even in eternity. എന്നാൽ ആ പ്രശ്നങ്ങളുടെ മധ്യേ നാം ആർജിച്ചെടുത്ത ദൈവശക്തി നമ്മുടെ നിത്യതയിൽ നമുക്കൊരു അനുഗ്രഹമായിരിക്കും. Now in this chapter earlier, ഈ ലേഖനത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ Paul talks about going to heaven. താൻ സ്വർഗ്ഗത്തിൽ പോകുന്നതിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നു. In this very same chapter, ഇതേ അധ്യായത്തിൽ തന്നെയാണ് he talks about going to heaven. സ്വർഗ്ഗത്തിൽ പോകുന്ന ചില കാര്യങ്ങളെ കുറിച്ച് താൻ പറയുന്നു. I was caught up to the third heaven, verse 2. ഞാൻ മൂന്നാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടു എന്ന് രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു. But now ഇപ്പോൾ heaven has come down to him. സ്വർഗ്ഗം താഴേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. Paul says, I rejoice. ഞാൻ സന്തോഷിക്കുന്നു. I have a heavenly feeling now. എനിക്കൊരു സ്വർഗീയ അനുഭവമുണ്ട്. Earlier he went to heaven. ആദ്യം താൻ സ്വർഗ്ഗത്തിലേക്ക് പോയി. Now heaven has come down to him in the midst of this difficulty. ഇപ്പോഴത്തെ പ്രതികൂലങ്ങളുടെ മധ്യേ സ്വർഗ്ഗം താണിറങ്ങി വന്നിരിക്കുന്നു. You know, the people in the world will say, ഒരുപക്ഷെ ലോകത്തിലുള്ള ആളുകൾ ഇങ്ങനെ പറയും, I cannot cure this trouble, but I have to endure it. എനിക്ക് ഈ പ്രശ്നങ്ങൾ നേരിടുവാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ, അത് മാറ്റുവാൻ സാധിക്കുകയില്ല എന്ന് പറയും. I cannot cure this. എനിക്കിതിനെ മാറ്റുവാൻ I സാധിക്കില്ല. somehow have to endure. There's no other way. ഞാൻ വല്ല വിധേന ഇതിൽ കൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. But a Christian says, എന്നാൽ വിശ്വാസി ഇങ്ങനെ പറയും, what can't be cured can be enjoyed. എന്ത് മാറ്റുവാൻ കഴിയുന്നില്ലയോ അത് ആസ്വദിക്കുവാൻ നമുക്ക് സാധിക്കും. That trouble can become a source of blessing to me. ആ പ്രയാസം നമ്മുടെ അനുഗ്രഹത്തിന്റെ ഒരു മൂലസ്ഥാനമായി മാറുവാൻ കഴിയും. Our troubles may not be cured, all of them. നമ്മുടെ പ്രശ്നങ്ങൾ എപ്പോഴും മാറ്റാൻ കഴിഞ്ഞു വരികയില്ല. But they can all be made a source of blessing to all of us. എന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെയും ഒരു അനുഗ്രഹത്തിന് മൂല കാരണമാകുവാൻ കഴിയും. Now, Christian life is not a trouble-free life. ക്രിസ്തീയ ജീവിതം ഒരിക്കലും പ്രശ്നങ്ങൾ ഇല്ലാത്തൊരു ജീവിതമല്ല. It is a life where you are given sufficient strength in the midst of troubles. എന്നാൽ പ്രശ്നങ്ങളുടെ മധ്യേ മതിയായ ശക്തി നൽകിയ ഒരു ജീവിതമാണ് ക്രിസ്തീയ That ജീവിതം. is a life where you experience the strength of God in your life. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശക്തി അനുഭവിച്ചറിയുന്ന ഒരു ജീവിതമാണ് ക്രിസ്തീയ That ജീവിതം. is what Paul says. അതാണ് പൗലോസ് ഇവിടെ I പറയുന്നത്. am rejoicing ഞാൻ സന്തോഷിക്കുന്നു. because the power of Christ can rest upon me. ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കുന്നതിനാൽ ഞാൻ സന്തോഷിക്കുന്നു. And verse 10 he says, 10-ാം വാക്യത്തിൽ താൻ ഇങ്ങനെ പറയുന്നു, therefore I take pleasure in infirmities, in reproaches and needs. എന്റെ കഷ്ടതകളിൽ ഞാൻ അതുപോലെ സന്തോഷിക്കുന്നത് പൗലോസ് പറയുകയാണ്. And when I am weak, then I am strong. ഞാൻ ബലഹീനനായിരിക്കുമ്പോഴും ഞാൻ ശക്തനായിരിക്കുമ്പോഴും. When I am weak, then I am strong. ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനായിരിക്കുന്നു. This is something the world will not understand. ഇത് ഒരുപക്ഷെ ലോകത്തിന് മനസ്സിലാവാത്തൊരു കാര്യമാണ്. When we are weak, we are weak. That's what the world says. നാം ബലഹീനരായിരിക്കുമ്പോൾ നാം ബലഹീനരായിരിക്കുന്നു. When I am poor, I am poor. നാം സാധുവായിരിക്കുമ്പോൾ നാം സാധുവായിരിക്കുന്നു. But you know what a Christian says? എന്നാൽ ഒരു വിശ്വാസം എന്താണ് പറയുക? When I am weak, I am strong. ഒരു വിശ്വാസി എങ്ങനെയായിരിക്കും പറയുന്നത്? ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ ഞാൻ ശക്തനായിരിക്കുന്നു. How can we say that? നമുക്ക് എങ്ങനെ പറയാൻ When കഴിയും? we are weak in ourselves, നാം ബലഹീനരായിരിക്കുമ്പോൾ, നാം നമ്മിൽ തന്നെ ബലഹീനരായിരിക്കുമ്പോൾ, the strength of God is given to us and therefore we become strong. ആ ബലഹീനതയിൽ ദൈവത്തിന്റെ ശക്തി നമുക്ക് ലഭിക്കുകയാണ്. അങ്ങനെ നാം ശക്തരായി തീരുകയാണ്.
പറയുകയാണ്. Will you please come with me to 2 Corinthians chapter 8. 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിലേക്ക് എന്നോടൊപ്പം വരിക. You know, there you read about the believers in Macedonia. മക്കെദോന്യയിലെ വിശ്വാസികളെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. And in verse 2, chapter 8, verse 2, 8-ാം അധ്യായം 2-ാം വാക്യം, we read that they were in great trial of affliction. അവർ കഷ്ടത എന്ന കഠിന ശോധനയിൽ ആയിരുന്നു എന്ന് നാം വായിക്കുന്നു. Oh, great trial of affliction. കഷ്ടത എന്ന കഠിന ശോധന. Then they had, എന്നിട്ട് അവർ പറയുകയാണ്, what did they have? Later, they had deep poverty. അവർക്ക് അതീവ ദാരിദ്ര്യമുള്ളതായി നാം വായിക്കുന്നു. So, great trial of affliction plus deep poverty. കഷ്ടത എന്ന കഠിന ശോധനയും മഹാദാരിദ്ര്യവും. But in the midst of that, എന്നാൽ ഇതിന്റെ മധ്യേ they had abundance of joy എന്നാൽ അവരുടെ മധ്യേ സന്തോഷ സമൃദ്ധി ഉണ്ടായിരുന്നു. and riches of liberality. വീണ്ടും നമ്മൾ വായിക്കുകയാണ്, ധാരാളം ഔദാര്യം. അവർ ധാരാളം ഔദാര്യം കാണിക്കുവാനേ അവർ കഴിഞ്ഞുവെന്നും. It's a very special thing here. ഇത് വളരെ പ്രത്യേകതയുള്ള കാര്യമാണ്. Great trial. വളരെ കഷ്ടത, In the midst of that, അതിന്റെ മധ്യേയും abundance of joy. അതീവ സന്തോഷ സമൃദ്ധി. Deep poverty. മഹാദാരിദ്ര്യം, In the midst of that, അതിന്റെ മധ്യേ great generosity. ധാരാളം ഔദാര്യം കാണിക്കുവാനിടയായി. See, here is a wonderful Christian equation. ഇവിടെ ഇതാ മനോഹരമായ ഒരു ക്രിസ്തീയ സമവാക്യം നാം കാണുന്നു. Great trial of affliction വളരെ കഷ്ടത നേരിടുമ്പോൾ plus deep poverty അതിന്റെ കൂടെ മഹാദാരിദ്ര്യം കൂടെ ചേരുമ്പോൾ is equal to ഈക്വൽ ടു abundance of joy സന്തോഷ സമൃദ്ധിയും and riches of liberality. ധാരാളം ഔദാര്യം കാണിക്കുകയും. Did you learn this equation? ഈ സമവാക്യം നിങ്ങൾ പഠിച്ചുവോ? Great trial മഹാകഷ്ടത plus deep poverty മഹാദാരിദ്ര്യം ചേരുമ്പോൾ is equal to അതോട് സമം abundance of joy സന്തോഷ സമൃദ്ധിയും and riches of liberality. ധാരാളം ഔദാര്യം കാണിക്കുകയും. That is Christianity. ഇതാണ് ക്രിസ്തീയ ജീവിതം. It is not a life where you have, where you get disappointed because you have some problems. ചില പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് നിരാശരായി പോകേണ്ട ജീവിതമല്ല അത്. In the midst of trials, you have joy. ഈ പ്രശ്നങ്ങളുടെ മധ്യേ നമുക്ക് സന്തോഷ സമൃദ്ധി ഉണ്ട്. Even when you have nothing, you have everything. നമുക്കൊന്നുമില്ല എങ്കിലും നമുക്ക് എല്ലാം ഉണ്ട്. You are in deep poverty, but you are very നാം generous. മഹാദാരിദ്ര്യത്തിലായിരുന്നുവെങ്കിൽ നാം ഔദാര്യം കാണിക്കുന്നു. The world cannot understand this. ലോകത്തിന് ഇത് മനസ്സിലാകുകയില്ല. Only a Christian can understand. ഒരു വിശ്വാസിക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. How can he understand this? എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? Because he knows in the midst of his problems, the grace of God is applied to him. കാരണം തനിക്കറിയാം ഈ പ്രശ്നങ്ങളുടെ മധ്യമൊക്കെ ദൈവത്തിന്റെ കൃപ വർദ്ധിച്ചു വരുമെന്ന് തനിക്കറിയാം. Now, what appeared to be a problem for Paul became a source of blessing for Paul. പൗലോസിന്റെ പ്രശ്നമെന്ന് തോന്നിയേക്കാവുന്ന ഒരു കാര്യം തനിക്ക് അനുഗ്രഹത്തിന് കാരണമായി തീർന്നിരിക്കുകയാണ് ഇവിടെ. When we started reading this, it appeared as if it was a big problem to him. നാം ഇത് വായിച്ചു തുടങ്ങിയപ്പോൾ വലിയ പ്രശ്നമെന്ന് നമുക്ക് ചിന്തിക്കുവാൻ ഇടയായി. A thorn in the flesh was given to him. ഒരു മുള്ള് തനിക്ക് ജലത്തിൽ ഒരു ശൂലം തനിക്ക് He കൊടുത്തിരിക്കുകയാണ്. prayed, but God did not remove it. താൻ പ്രാർത്ഥിച്ചു, ദൈവം അത് മാറ്റിയില്ല. Oh, it appears as if it is a big problem. അത് വലിയ പ്രശ്നമായിട്ട് നമുക്ക് തോന്നി. But when you come to the last part of that narration, എന്നാൽ ആ ഭാഗത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ how does Paul conclude? എങ്ങനെയാണ് പൗലോസ് അത് ഉപസംഹരിക്കുന്നത്? Therefore, I rejoice, I boast, I take pleasure. അതുകൊണ്ട് പൗലോസോട് ഉപസംഹരിക്കുകയാണ്, ഞാൻ സന്തോഷിക്കുന്നു, ഞാൻ അതീവ സന്തോഷത്തോടുകൂടെ പ്രശംസിക്കുന്നു. Even when the problem is not removed, he is rejoicing. എന്റെ പ്രശ്നങ്ങൾ മാറിയില്ല എങ്കിലും താൻ അതീവ സന്തോഷ സമൃദ്ധിയിലാണ്. That is Christian life. ഇതാണ് ക്രിസ്തീയ ജീവിതം. The world will never understand this. ലോകത്തിന് ഒരിക്കലും മനസ്സിലാകുകയില്ല. World will say, when I have a lot of money, I'll be happy. ലോകം ഇങ്ങനെ പറയും, എനിക്ക് ഒരുപാട് പൈസ ഉള്ളപ്പോൾ ഞാൻ When സന്തോഷം, I have a lot of money, I can be എനിക്ക് generous. സന്തോഷ സമൃദ്ധി ഉള്ളപ്പോൾ ഞാൻ ധാരാളം ഔദാര്യം But കാണിക്കും. a Christian says, എന്നാൽ ഒരു വിശ്വാസി ഇങ്ങനെ when പറയും, I am in the midst of deep poverty, ഞാൻ മഹാദാരിദ്ര്യത്തിലായിരുന്നാലും I can show liberality. എനിക്ക് ഔദാര്യം കാണിക്കുവാൻ കഴിയുമെന്ന് When I വിശ്വാസം. pass through great trial of affliction, വളരെ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ I can have abundance of joy. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ സന്തോഷം എനിക്ക് അനുഭവിക്കുവാൻ കഴിയും. That is how Christian life is so different from the lives of all the other people in the world. ലോകത്തിലുള്ള മറ്റെല്ലാവരുടെയും ജീവിതങ്ങളെക്കാൾ ഒരു വിശ്വാസിയുടെ ജീവിതം വ്യത്യാസമായിരിക്കുന്നത് അങ്ങനെയാണ്. Our life is totally different from the lives of others. മറ്റുള്ളവരുടെ ജീവിതങ്ങളെക്കാൾ വളരെ വ്യത്യസ്തമാണ് നമ്മുടെ ജീവിതം. They are happy when everything is favorable. എല്ലാ കാര്യങ്ങളും അനുകൂലമായിരിക്കുമ്പോൾ അവർ സന്തോഷമുള്ളവരാണ്. But we are happy in spite of unfavorable situations. എന്നാൽ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നാം സന്തോഷമുള്ളവരാണ്.
What a wonderful thing that is. എത്ര മനോഹരമായ ഒരു കാര്യമാണ്. Now, what is the secret of all this? എന്നിട്ട് ഇതിന്റെയൊക്കെ രഹസ്യം എന്താണ്? Grace of God. ദൈവത്തിന്റെ കൃപ. Grace of God equals ദൈവത്തിന്റെ കൃപ എന്ന് വെച്ചാൽ strength of God. ദൈവത്തിന്റെ ശക്തി. So when you receive the strength of God, ദൈവത്തിന്റെ ശക്തി നമുക്ക് ലഭിക്കുമ്പോൾ, that is our topic of study, അതാണ് നമ്മുടെ പഠന വിഷയം. you can face any difficulty in life. നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതികൂലങ്ങളും നേരിടാൻ നമുക്ക് സാധിക്കും. When you receive the strength of God, നാം ദൈവത്തിന്റെ ശക്തി ലഭിക്കുമ്പോൾ, you can handle any situation in life. നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതികൂലങ്ങളും നേരിടാൻ നമുക്ക് സാധിക്കും. Removal of the problem is not necessary for the accomplishment of God's purposes. ദൈവത്തിന്റെ പദ്ധതികൾ നടക്കേണ്ടതിന് നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റുക എന്നുള്ളത് അത്യന്താപേക്ഷിതമല്ല. Not necessary. എന്ത് അത്യന്താപേക്ഷിതം? Removing my problem is not necessary for God. എന്റെ പ്രശ്നങ്ങൾ മാറ്റുക എന്നുള്ള ദൈവത്തിന് ആവശ്യമില്ല. If God doesn't remove my ദൈവം നമ്മുടെ problem, പ്രശ്നങ്ങൾ മാറ്റുന്നില്ല എങ്കിൽ He will give me grace to handle it. അത് കൈകാര്യം ചെയ്യാനുള്ള കൃപ ദൈവം നമുക്ക് തരും. Sometimes He removes the problem, പക്ഷെ താൻ പ്രശ്നങ്ങൾ മാറ്റിയെന്ന് വരാം, sometimes He doesn't remove it, ചിലപ്പോൾ പ്രശ്നങ്ങൾ മാറ്റിയില്ല എന്ന് വരാം. but He gives me grace. എന്നാൽ ദൈവം നമുക്ക് കൃപ തരും. So, what is important for us Christians is വിശ്വാസി എന്ന നിലയിൽ നമുക്ക് ആവശ്യമുള്ള എന്താണ്? not just fast and pray that all our problems will be over. ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റുന്ന പ്രാർത്ഥനയല്ല. That may not happen. അത് ഒരിക്കലും സംഭവിച്ചെന്ന് വരികയില്ല. But as a Christian, ഒരു വിശ്വാസി എന്ന നിലയിൽ what we need to learn is to experience the strength of God in the midst of difficulties. പ്രശ്നങ്ങളുടെ മധ്യേ ദൈവത്തിന്റെ ശക്തി അനുഭവിക്കേണ്ടതിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. You know, we have a high priest in heaven നമുക്കറിയാം, സ്വർഗ്ഗത്തിൽ നമുക്കൊരു മഹാപുരോഹിതനുണ്ട്, who is able to give us grace. നമുക്ക് കൃപ കാണിക്കുവാൻ ശക്തനായ മഹാപുരോഹിതൻ. Come with me to Hebrews chapter 6. All of you know this passage. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ് എബ്രായ ലേഖനം 6-ാം അധ്യായം. You know, in the book of Hebrews we read about a high priest who is at the throne of grace. നമുക്ക് കൃപാസനത്തിലിരിക്കുന്ന ഒരു മഹാപുരോഹിതനെ കുറിച്ച് നാം അവിടെ വായിക്കുന്നു. Hebrews chapter 4, not 6, chapter 4. എബ്രായ ലേഖനം 4-ാം അധ്യായം. And in chapter 4 and verse 16, 4-ാം അധ്യായം 16-ാം വാക്യം, we read about our high priest who is ready to give us grace in all situations of life. നമ്മളോട് കൃപ കാണിക്കുവാൻ, നമ്മുടെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും കൃപ കാണിക്കുവാൻ ശക്തനായ ഒരു മഹാപുരോഹിതനെ കുറിച്ച് നാം വായിക്കുന്നു. Because we have such a high priest, താൻ അത്ര ശ്രേഷ്ഠനായ മഹാപുരോഹിതനായിരിക്കാൻ we are exhorted to draw nigh unto him. തന്നോട് അടുത്ത് വരുവാൻ നാം പ്രാഗൽഭ്യമുള്ളവരായി തീർന്നിരിക്കുകയാണ്. Read verse 16 of chapter 4. 4-ാം അധ്യായം 16-ാം വാക്യം. Let us therefore come boldly to the throne of grace, that we may obtain mercy and find grace to help in time of need. അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തക്ക സമയത്ത് സഹായത്തിന് കൃപ പ്രാപിപ്പാനും നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. Receive grace. കരുണ ലഭിക്കുവാൻ, കൃപ ലഭിക്കുവാൻ. And that throne is called throne of grace. ആ സിംഹാസനത്തിന്റെ പേര് കൃപാസനം എന്നാണ്. Let us draw near to the throne of grace, അതിന്റെ അടുത്തേക്ക് നാം എത്തുക, to obtain mercy and find grace to help in time of need. കരുണ ലഭിക്കുവാനും കൃപ പ്രാപിക്കുവാനും നാം ധൈര്യത്തോടെ അതിന്റെ അടുത്തേക്ക് എത്തുക. So, how is a Christian sustained? എങ്ങനെയാണ് വിശ്വാസി പുലർത്തപ്പെടുന്നത്? In the midst of problems, how is he sustained? പ്രശ്നങ്ങളുടെ മധ്യ എങ്ങനെയാണ് താൻ പുലർത്തപ്പെടുന്നത്? He keeps going to the throne of grace where grace is available. ഈ കൃപാസനത്തിന്റെ അടുത്തേക്ക്, അവിടെ കൃപയുടെ സമൃദ്ധി ഉണ്ട്, അവിടേക്ക് താൻ പോവുകയാണ്. Go there അവിടേക്ക് പോവുക, and you will receive grace. നാം കൃപ ലഭിക്കും. You know, that throne of grace is open 24 hours. ആ കൃപാസനം 24 മണിക്കൂറും തുറന്നിരിക്കുകയാണ്. We can go anytime നമുക്ക് ഏത് സമയത്തോടെ with any problem. എന്ത് പ്രശ്നങ്ങളുമായി Come boldly നമുക്ക് ധൈര്യമായി ചെല്ലാം to the throne of ആ grace. കൃപാസനത്തോളം. If you go there, what will you get? നമ്മൾ അവിടെ ചെല്ലുകയാണ്, നമുക്ക് എന്താണ് ലഭിക്കുന്നത്? You will find grace to help in time of need. നമ്മുടെ ആവശ്യത്തിന്റെ സമയത്തുള്ള ദൈവകൃപ നമുക്ക് അവിടെ നിന്ന് ലഭിക്കും. In verse 15 we read about a high priest. 15-ാം വാക്യത്തിൽ നാം വീണ്ടും മഹാപുരോഹിതനെ കുറിച്ച് ഇങ്ങനെ വായിക്കുന്നു. He can sympathize. തനിക്ക് സഹതാപം കാണിക്കുവാൻ കഴിയും. That's something wonderful. അത് വളരെ മനോഹരമായ ഒരു And in കാര്യമാണ്. verse 16 we read, 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, he can help. തനിക്ക് നമ്മെ സഹായിക്കുവാൻ കഴിയും. Did you see that? നിങ്ങൾ കണ്ടുവോ? Verse 15, 15-ാം വാക്യം, our high priest can sympathize with us. മഹാപുരോഹിതൻ നമ്മളോട് സഹതാപം കാണിക്കുവാൻ കഴിയും. Verse 16, 16-ാം വാക്യം, he can help us by giving us grace. ദൈവത്തിന്റെ കൃപ തന്നുകൊണ്ട് നമ്മെ സഹായിക്കുവാൻ തനിക്ക് കഴിയും. Two things, രണ്ട് കാര്യങ്ങൾ, sympathy and grace. സഹതാപവും കൃപയും. People in the world may sympathize, ലോകത്തുള്ളവർ ഒരു പക്ഷേ സഹതാപം കാണിക്കും, but they cannot help. പക്ഷെ അവർക്ക് നമ്മളെ സഹായിക്കുവാൻ കഴിയുകയില്ല. Some people can help, but they have no sympathy.
ചിലർക്ക് സഹായിക്കുവാൻ കഴിയും, എന്നാൽ അവർക്ക് സഹതാപം ഉണ്ടാകണമെന്നില്ല. M.A. Cherian sir, once when he was talking on this passage, ഒരിക്കൽ M.A. ചെറിയാൻ സാർ ഈ പാസേജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ he gave a very good example. താൻ വളരെ നല്ലൊരു ഉദാഹരണം പറയുകയുണ്ടായി. When he was a little boy, താൻ ചെറിയ പൈതലായിരുന്നപ്പോൾ he had a gangrene, a boil on his thigh. തന്റെ ശരീരത്തിൽ തന്റെ കാലുകളിൽ ചെറിയ മുറിവുണ്ടായിരുന്നു, ഒരു പരു It ഉണ്ടായിരുന്നു. was very, very painful. അത് വളരെ വേദനയുള്ളതായിരുന്നു. And all his people, relatives, they all gathered around and they all sympathized. Oh, poor little boy. You know, they were sympathizing. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പറയുകയുണ്ടായി, പാവം പയ്യൻ എന്ന് എല്ലാവരും സഹതാപം Because കാണിക്കുകയുണ്ടായി. he's in terrible pain. താൻ വളരെ അതിശക്തമായ വേദനയിലായിരുന്നു. But none of them could help. പക്ഷെ ആർക്കും തന്നെ സഹായിക്കാൻ They കഴിയില്ല. all had sympathy, അവർക്ക് എല്ലാവർക്കും സഹതാപമുണ്ട്, but they could not help. പക്ഷെ തനിക്ക് അവരെ സഹായിക്കാൻ കഴിയുകയില്ല. Then finally, he was taken to a Vaidyan, a doctor nearby. താൻ ഒരു വൈദ്യന്റെ അടുക്കലേക്ക് തന്നെ കൊണ്ടുപോയി. Then the doctor, when he saw it, ആ വൈദ്യൻ താൻ കണ്ട വൈദ്യൻ he cut open that wound. താൻ അത് സർജറി ചെയ്ത് മാറുകയുണ്ടായി. And he pressed out all the blood and all the bad things that were in it. അതിലുള്ള രക്തമൊക്കെയും താൻ അമർത്തി കളയുകയുണ്ടായി. And the boy was crying out in terrible pain. ആ M.A. ചെറിയാൻ സാർ വളരെ ശക്തിയായി കരയുകയുണ്ടായി. And he was healed. താൻ അതോട് കുറച്ച് സൗഖ്യം വരികയുണ്ടായി. But the doctor had no sympathy. എന്നാൽ ഈ വൈദ്യന് യാതൊരു സഹതാപം ഉണ്ടായിരുന്നില്ല. Relatives had sympathy, but they could not help. മറ്റുള്ളവർ തന്നോട് സഹതാപം കാണിച്ചു, അവർക്ക് സഹായിക്കുവാൻ കഴിഞ്ഞില്ല. Doctor has no sympathy, but he can help. ഡോക്ടറിന് സഹതാപം കാണിക്കുവാൻ കഴിഞ്ഞില്ല, പക്ഷെ തനിക്ക് സഹായിക്കുവാൻ കഴിഞ്ഞു. And he said, our high priest can sympathize and also help. ഇവിടെ നമ്മുടെ മഹാപുരോഹിതന് അവൻ സഹതാപം കാണിക്കുവാനും കരുണ കാണിപ്പാനും കഴിവുള്ളവനാണ്. That is the wonderful thing about our high priest. നമ്മുടെ മഹാപുരോഹിതനെ കുറിച്ചുള്ള അതിശയകരമായ ഒരു കാര്യം അതാണ്. How can he sympathize? എങ്ങനെയാണ് തനിക്ക് സഹതാപം കാണിക്കുവാൻ കഴിയുന്നത്? Because he himself was in this world. കാരണം താൻ ഈ ലോകത്തിൽ ഉണ്ടായിരുന്നു. He has gone through human experiences. ഈ എല്ലാ അനുഭവങ്ങളിലൂടെ താൻ കടന്നു പോയിട്ടുണ്ട്. He has experiential knowledge of human suffering. മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ വേദനകളെ കുറിച്ചും തനിക്കറിയാം. Therefore, he can sympathize with us when we pass through this ഈ difficulty. പ്രയാസങ്ങളിലൂടെ താൻ കടന്നു പോകുമ്പോൾ അതുകൊണ്ടാണ് തനിക്ക് നമ്മളോട് സഹതാപം കാണിക്കുവാൻ കഴിയുന്നത്. When a poor woman goes to the throne of grace ഒരു സാധു സ്ത്രീ ആ കൃപാസനത്തിലേക്ക് പോകുമ്പോൾ and she says, Lord, I am very poor, I have no money, ഞാൻ വളരെ സാധുവാണ്, എൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് പറയുമ്പോൾ the Lord understands that. ദൈവത്തിന് അത് മനസ്സിലാവും. When someone says, Lord, I have no warm clothes to cover my child, എൻ്റെ കുഞ്ഞിനെ പൊതിയുവാൻ വസ്ത്രങ്ങളില്ലാന്ന് പറയുമ്പോൾ he understands that. കർത്താവിന് അത് മനസ്സിലാവും. Because he himself has gone through that. കർത്താവ് അതേ സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. He can sympathize because he has experiential knowledge of human sufferings. മനുഷ്യന്റെ വിഷമതകളെ കുറിച്ച് തനിക്ക് അറിയാവുന്നത് കൊണ്ട് തനിക്ക് സഹതാപം കാണിക്കുവാനായി കഴിയും. Not only that, മാത്രമല്ല he can also help. തന്നെ നമുക്ക് സഹായിക്കുവാനും താൻ പ്രാപ്തനാണ്. What a wonderful high priest we have. എത്ര അതിശ്രേഷ്ഠനായ മഹാപുരോഹിതൻ. So how do we receive this grace? എങ്ങനെയാണ് നമുക്ക് കൃപ ലഭിച്ചത്? Verse 16 says, therefore let us come boldly to the throne of grace. 16 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്ത് വരിക. That is what we should do. നാം ചെയ്യേണ്ട കാര്യം അതാണ്. So how to receive the strength of God? ദൈവത്തിന്റെ ശക്തി എങ്ങനെ ലഭിക്കണം? How to receive the grace of God? ദൈവത്തിന്റെ കൃപ എങ്ങനെ ലഭിക്കണം? How to become strong spiritually? എങ്ങനെ ആത്മശക്തിയുള്ളതായി തീരാൻ കഴിയും? How to grow in my spiritual life? നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ വളരുവാൻ, ആത്മജീവിതത്തിൽ എങ്ങനെ വളരുവാൻ സാധിക്കും? Here is the solution. ഇവിടെയാണ് അതിന് ഉദാഹരണം. Come to the throne of grace as often as possible. ദൈവത്തിന്റെ കൃപാസനത്തോട് എപ്പോഴും അടുത്ത് വന്നുകൊണ്ടിരിക്കുക. Whenever you can, എപ്പോഴൊക്കെയും സാധിക്കും. come to the throne of grace. ദൈവത്തിന്റെ കൃപാസനത്തോട് അടുത്ത് And വരിക. what will you get there? അവിടെ എന്താണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്? When you come there, അവിടെ വരുമ്പോൾ you will receive sympathy, നമുക്ക് സഹതാപം ലഭിക്കും. that is understanding of your problem, നമ്മുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്നു. and also you will receive help to solve that problem. ആ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനുള്ള കൃപയും സഹായം അവിടെ ലഭിക്കും. So we were saying that the grace of God is the strength of God. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ദൈവത്തിന്റെ കൃപ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശക്തി എന്നുള്ളതായിരുന്നു. And that grace is sufficient to help us cope up with all types of problems. എല്ലാ പ്രശ്നങ്ങളെ നേരിടുവാൻ ആ കൃപ മതിയായതാണെന്ന്. And how do we receive that grace? എങ്ങനെയാണ് ആ കൃപ നമുക്ക് Go ലഭിക്കുന്നത്? to the throne of grace കൃപാസനത്തോട് അടുത്ത് ചെല്ലുക. as often as possible. നമുക്ക് സാധ്യമാകുമ്പോഴൊക്കെ And he will give you sufficient grace that you need. നമുക്ക് ആവശ്യമായ കൃപ ദൈവം നമുക്ക് തരും. Grace is what we need. നമുക്ക് ദൈവ കൃപയാണ് ആവശ്യമായിരിക്കുന്നത്. Because that is the strength of God that will sustain us in the midst of our problems in life. എല്ലാ പ്രശ്നങ്ങളുടെ മധ്യേ നമ്മെ പുലർത്തുന്ന ദൈവ ശക്തിയാണ് അത്. Now, grace is available.
കൃപ ഇവിടെ നമുക്ക് എപ്പോഴും ഉണ്ട്. But if you don't go to the throne of grace, നാം ആ കൃപാസനത്തേക്ക് പോകുന്നില്ല എങ്കിൽ then you will not receive that grace. എപ്പോഴും ലഭ്യമായ ദൈവകൃപ നമുക്ക് ലഭിക്കും. Then you will not be able to cope up with the problems in life. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നേരിടാൻ നമുക്ക് സാധിക്കില്ല. Then you will be disappointed and distressed. നാം ഈ പ്രശ്നങ്ങളുമായി നിരാശപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. What a sad thing that is. എത്ര നിരാശകരമായ കാര്യമാണ്. Grace is available. കൃപ എപ്പോഴും ലഭ്യമാണ്. Therefore, go to Him to receive grace. ദൈവസന്നിധിയിലേക്ക് ചെന്ന് കൃപ പ്രാപിക്കുക. Now, when the Spirit of God closed the scriptures, wrote all the 66 books, ദൈവത്തിന്റെ ആത്മാവ് 66 പുസ്തകങ്ങളും എഴുതി തീർത്തപ്പോൾ there is a last verse in the Bible. ബൈബിളിൽ ഒരു അവസാന വാക്കുണ്ട്. Do you know what is the last verse in the Bible? അതെന്താണ് നിങ്ങൾക്കറിയാമോ? Revelation 22:21. വെളിപ്പാട് പുസ്തകം 22-21 വാക്യം. Which is the last verse in the Bible? എന്താണ് ലാസ്റ്റ് വാക്യം? Not come Lord Jesus. Not come Lord Jesus. That is not the last verse. ആമേൻ കർത്താവ് യേശുവേ വേഗം വരണമേ. അതല്ല. That is not the verse. അതല്ല. You know which is the last verse? കൃപ നിങ്ങളോട് ഇരിക്കുന്നു. The grace of our Lord Jesus Christ be with you all. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങൾ എല്ലാവരോടും കൂടി That is the ഇരിക്കുമാറാകട്ടെ. last verse in the Bible. അതാണ് ബൈബിളിലെ അവസാന വാക്യം. I think of it like this. ഞാൻ അതിനെ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. 66 books the Spirit of God wrote. 66 പുസ്തകങ്ങൾ ദൈവാത്മാവ് രേഖപ്പെടുത്തി. Live a victorious life. ക്രിസ്തീയ ജീവിതം വിജയകരമായി നയിക്കേണ്ടത് എങ്ങനെയെന്ന്. But then we ask, Lord, how is it possible? എങ്ങനെയെന്ന് നമുക്കറിയത്തില്ല. In the midst of all these problems and difficulties, how can we live a victorious life? ഈ പ്രശ്നങ്ങളുടെ പ്രതികൂലങ്ങളുടെ മധ്യ എങ്ങനെ വിജയകരമായി ക്രിസ്തീയ ജീവിതം നയിക്കാൻ സാധിക്കും? The Spirit of God says, ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുകയാണ്. read the last verse. അവസാന വാക്യം വായിക്കുക. I have written it there. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. How to obey 66 books. എങ്ങനെ 66 പുസ്തകങ്ങളോട് അനുസരണമുള്ളവനായി തീരണം. How to live a spiritually strong life receiving the grace of God. ദൈവത്തിന്റെ കൃപ ലഭിച്ചുകൊണ്ട് എങ്ങനെ ശക്തമായ ഒരു ജീവിതം നയിക്കണം. Last verse in the Bible. 66 അവസാന വാക്യം The ബൈബിൾ. grace of our Lord Jesus is the solution. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയാണ് അതിനുള്ള പരിഹാരം. So if we do not live victorious lives, നാം വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നില്ല എങ്കിൽ, if we get disappointed and distressed in life, നാം ജീവിതത്തിലെ പ്രശ്നങ്ങൾ നിരാശപ്പെട്ടു പോകുന്നുവെങ്കിൽ who is to be blamed? ആരാണ് അതിന്റെ ഉത്തരവാദി? God is to be blamed or we are to be blamed? നമുക്ക് ദൈവത്തെ ഉത്തരവാദിത്വം പറയാൻ കഴിയുമോ? Solution is available. ഉത്തരം ഇവിടെ, പരിഹാരം ഇവിടെ ഉണ്ട്. Grace is available. കൃപ ഇവിടെ ഉണ്ട്. Grace can sustain us. ദൈവത്തിന്റെ കൃപയ്ക്ക് നമ്മെ It പുലർത്താൻ can സാധിക്കും. strengthen us. അത് നമ്മെ ബലപ്പെടുത്തുവാൻ It സാധിക്കും. is available. അത് എപ്പോഴും The Lord ലഭ്യമാണ്. says, come and take it. കർത്താവ് പറയുകയാണ്, വന്ന് എടുക്കുക എന്ന് പറയുകയാണ്. If we don't go there and take it, നമ്മളവിടെ പോയത് എടുക്കുന്നില്ല എങ്കിൽ then we are responsible. നാമാണ് അതിന് ഉത്തരവാദിത്വം. So may we learn this wonderful lesson. നാം വളരെ മനോഹരമായ ഒരു പാഠം പഠിച്ചിരിക്കുകയാണ്. Spiritual strength is the grace of God ആത്മശക്തി എന്നുള്ളത് ദൈവത്തിന്റെ കൃപയാണ്. that sustains us. നമ്മെ പുലർത്തുന്ന ദൈവകൃപ. All of us can get it. നമുക്ക് എല്ലാവർക്കും അത് ലഭ്യമാണ്. All of us can live victorious lives. നമുക്ക് എല്ലാവർക്കും വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ സാധിക്കും. Because when that grace is available, ദൈവത്തിന്റെ കൃപ ലഭ്യമായിരിക്കുമ്പോൾ it can sustain you in any situation in life. നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതികൂലങ്ങളും നമ്മെ പുലർത്തുവാൻ സാധ്യമായ ദൈവകൃപ. I can tell you the experiences of so many believers who have gone through very difficult situations, but by the grace of God, they have overcome all of them, with great joy. അനേക പ്രതികൂലങ്ങളോട് കടന്നുപോയ അനേക വിശ്വാസികൾ ഉദാഹരണം എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും. എന്നാൽ ആ പ്രതികൂലങ്ങളുടെ മധ്യേ അവർ ദൈവകൃപയിൽ അവർ പുലർത്തപ്പെടുകയുണ്ടായി. All of them received the grace of God. അവർക്ക് എല്ലാവർക്കും ദൈവകൃപ ലഭിക്കുകയുണ്ടായി. And they all won great victories in the midst of battles and difficulties in life. ആ പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യയൊക്കെ അവർ വളരെ നല്ല വിജയം കൈവരിക്കുകയുണ്ടായി. I'll just tell you one instance and close. ഞാൻ ഒരു കാര്യം മാത്രം പറയാം. When I once went to a place, ഞാൻ ഒരിക്കലും സ്ഥലത്ത് പോയപ്പോൾ the brothers in that assembly told me, ആ സ്ഥലസഭയുള്ള ആളുകൾ എന്നോട് ഇങ്ങനെ പറയുകയുണ്ടായി, there is a sister here who was deserted by her husband. ഇവിടെ സഹോദരിയുണ്ട്, തന്റെ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട. Yeah. It's our assembly people only. നമ്മുടെ സഭയിൽ തന്നെയാണത്. She is a very beautiful young girl. വളരെ നല്ലൊരു സൗന്ദര്യമുള്ള ഒരു യുവതിയായിരുന്നു. Recently married. വളരെ അടുത്ത് വിവാഹം കഴിക്കപ്പെട്ടതാണ്. But her husband for some reason he left her and went to another place. എന്നാൽ ചില കാരണങ്ങൾ തന്റെ ഭർത്താവ് അവളെ വിട്ട് വേറെ സ്ഥലത്തേക്ക് പോയി. So she is staying alone. തന്നെ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. And so many people were advising her to get married again. പലരും തന്നോട് പറഞ്ഞു വീണ്ടും വിവാഹം കഴിക്കാൻ വേണ്ടി തന്നെ നിർബന്ധിക്കുന്നുണ്ട്. But she said no, I won't get married again. താൻ ഇങ്ങനെ പറയുകയുണ്ടായി, ഞാൻ ഇനി വിവാഹം കഴിക്കുകയില്ല എന്ന് പറയും. And even after many years now she is not married. ചില വർഷങ്ങൾക്ക് ശേഷം താൻ ഇപ്പോൾ വിവാഹം കഴിക്കുകയുണ്ടായി. No, she is not married even now. താൻ വിവാഹം ചെയ്യുകയുണ്ടായില്ല. So this happened many years ago. ഇത് അനേക വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യമാണ്. So they told me, please give some word of comfort to her. തനിക്ക് ചില ആശ്വാസ വചനങ്ങൾ പറയുവാനായിട്ട് അവരെന്നോട് പറയുകയുണ്ടായി. Let's go and meet her. അവളെ ഒന്ന് പോയി കാണണം. Then I was in trouble. ഞാൻ വലിയ പ്രശ്നത്തിലായി. What shall I tell this woman? ഞാൻ എന്താണ് പറയുക? Shall I say never mind? ഞാൻ ഇങ്ങനെ പറയാൻ പറ്റുമോ? സാരമില്ലെന്ന് പറയാൻ പറ്റുമോ? Shall I say just pray about it? ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയാൻ കഴിയുമോ?
I was thinking what to tell this young girl. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഞാൻ എന്താണ് ഈ സഹോദരി What പറയുക, word of comfort can I give her? ആശ്വാസത്തിന്റെ ഏത് വചനമാണ് കൊടുക്കാൻ സാധിക്കുക. Anyway, because the brothers called me, I had to go. എനിവേ സഹോദരന്മാർ വിളിച്ചത് കാരണം എനിക്ക് പോകേണ്ടി വന്നു. So we went to see that young sister. ഞാൻ ആ യുവ സഹോദരിയെ കാണാൻ വേണ്ടി പോയി. So we sat opposite to each other. ഞങ്ങൾ എതിരെ ഇരുന്നു. And we just started talking. ഞങ്ങൾ സംസാരിക്കാൻ ആരംഭിച്ചു. And that sister told me, ആ സഹോദരി ഇങ്ങനെ പറഞ്ഞു, brother, I have this difficulty, എനിക്ക് പ്രശ്നങ്ങളുണ്ട്, but God is giving me sufficient grace. ദൈവം എനിക്ക് വേണ്ടുന്ന കൃപ തരുന്നു. So I am at rest. My heart is at rest. എൻ്റെ ഹൃദയം വളരെ വിശ്രമത്തിലായിരിക്കുന്നു. That brought great relief to me. എനിക്ക് വളരെ ആശ്വാസം ആ വചനങ്ങൾ So ലഭിക്കുകയുണ്ടായി. the counselor was counseled and sent back. ഞാൻ ആശ്വാസം പകരുവാൻ വേണ്ടി പോയവൻ ആശ്വാസം ലഭിച്ചവനായി മടങ്ങി വന്നു. You know what she said? എന്താണ് താൻ പറഞ്ഞത്? God is giving me sufficient grace. എനിക്ക് ആവശ്യമായ ദൈവകൃപ ദൈവം എനിക്ക് തരുന്നു. Oh, can God give grace in the midst of such situations also? ഇത്ര പ്രശ്നങ്ങളുടെ മധ്യം ദൈവത്തിന് കൃപ കൊടുക്കാൻ സാധിക്കുമോ? Can God sustain a sister in that situation when she is so lonely and alone? ഇത്ര മാത്രം പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന, ഏകാന്തതയിലൂടെ കടന്നു പോകുന്ന സഹോദരിയെ സഹായിക്കാൻ ദൈവത്തിന് കഴിയുമോ? I did not have to tell her many things. ഞാൻ അനേക കാര്യങ്ങൾ അവളോട് പറയേണ്ടി വന്നില്ല. She told me, താൻ എന്നോട് പറയുകയുണ്ടായി, I have the grace of God. God is giving me grace. ദൈവം എനിക്ക് കൃപ തരുന്നു താൻ എന്നോട് പറയുകയുണ്ടായി. That is true not only about her, about so many അത് others. തന്നെ കുറിച്ച് മാത്രമല്ല, നമ്മിൽ പലരെ കുറിച്ചും അത് ശരിയാണ്. Grace of God, ദൈവത്തിന്റെ കൃപ, strength of God, ദൈവത്തിന്റെ ശക്തി available അത് എപ്പോഴും അവൈലബിൾ to ആണ്. all those who go to Him. തന്നിലേക്ക് പോകുന്ന എല്ലാവർക്കും അത് ലഭ്യമാണ്. So, how shall we conclude? നാം എങ്ങനെയാണ് ഉപസംഹരിക്കേണ്ടത്? In the days to come, നമ്മൾ വരും ദിവസങ്ങളിൽ I will visit the throne of grace more often, ഞാൻ ദൈവത്തിന്റെ കൃപാസനത്തോട് എപ്പോഴും അടുത്ത് പോയിക്കൊണ്ടിരിക്കും. and I will tell Him all that I want to say, ഞാൻ പറയേണ്ടതൊക്കെയും അവിടെ പറയും. and He will listen to me sympathetically, ആ പ്രശ്നങ്ങളുമായി ദൈവന് കൃപ തരും. and He will give me grace. ദൈവന് കൃപ തരും. Receiving that grace, ആ കൃപയെ ലഭിച്ചുകൊണ്ട് my problems may not be solved, എന്റെ പ്രശ്നങ്ങൾ ഒരുപക്ഷെ but പരിഹരിക്കപ്പെടുകയില്ല, I will still live a life of victory, എന്നാൽ വിജയകരമായ ക്രിസ്തു ജീവിതം എനിക്ക് നയിക്കാൻ because the സാധിക്കും. Lord's strength, കാരണം power rests upon me. ദൈവത്തിന്റെ ശക്തി എന്മേൽ ആവസിക്കുന്നു. This is Christian life. ഇതാണ് ക്രിസ്തീയ ജീവിതം. May we experience the strength of God in the days to come, നമ്മൾ വരും ദിവസങ്ങളിൽ ദൈവത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടയാകട്ടെ. and all of us can live lives of victory in the midst of this. നമുക്ക് എല്ലാവർക്കും ഈ പ്രശ്നങ്ങളുടെ മധ്യേ വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സാധിക്കും. A brother from this country ഈ രാജ്യത്ത് നിന്ന് സഹോദരൻ came to Kerala a few months back, ചില നാളുകൾക്ക് മുമ്പ് കേരളത്തിലേക്ക് വരുവാൻ ഇടയായി. not from Manchester, another place, മാഞ്ചസ്റ്ററിൽ നിന്നല്ല, മറ്റൊരു സ്ഥലത്തു നിന്ന്. and he took an appointment with me താൻ എൻ്റെ അടുത്ത് വരികയുണ്ടായി. because he was passing through a very, very difficult problem, താൻ വളരെ പ്രയാസങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക, very terribly difficult problem. അതിതീവ്രമായ പ്രയാസങ്ങളിലൂടെ. He said he wanted to talk to me, എന്നോട് സംസാരിക്കണം താൻ പറയുകയുണ്ടായി. so I took some time to talk to. He visited me, താൻ എന്നെ സന്ദർശിച്ചു. ഞാൻ അല്പസമയം തന്നോട് ചെലവഴിച്ചു. and I told him many things, ഞാൻ തന്നോട് പല കാര്യങ്ങൾ പറയുകയുണ്ടായി. and I shared the truth from this passage. ഞാൻ ഈ പാസേജിൽ നിന്നുള്ള ചില സത്യങ്ങളാണ് തന്നോട് പറഞ്ഞത്. Grace sufficient for all situations. ദൈവകൃപ എല്ലാ സാഹചര്യങ്ങളിലും ലഭ്യമാണ്. I tried to explain to him what it is, ഞാനത് തനിക്ക് വിവരിച്ചു കൊടുക്കാനായി ശ്രമിച്ചു. and he came back to this country after his leave, താൻ ചില നാളുകൾക്ക് ശേഷം, തന്റെ ലീവിന് ശേഷം ഈ രാജ്യത്തേക്ക് and മടങ്ങി he വന്നു. sent me a message. താൻ എനിക്കൊരു മെസ്സേജ് ഇങ്ങനെ അയച്ചു. He said, "Uncle, my heart is at rest. എന്റെ ഹൃദയം വളരെ ശാന്തമായിരിക്കുന്നു. താൻ My problem is still there, എന്റെ പ്രശ്നങ്ങൾ അവിടെ തന്നെ ഉണ്ട്, but I am so much comforted, relieved. ഞാൻ വളരെയധികം ആശ്വാസത്തിലായിരിക്കുന്നു എന്ന് താൻ പറയുകയുണ്ടായി. In this trip, I went to his house, ഞാൻ ഈ യാത്രയിൽ തന്റെ വീട്ടിൽ പോകുകയുണ്ടായി. and I found him very, very happy. താൻ വളരെ സന്തോഷത്തോടെ തന്നെ എനിക്ക് കാണുവാൻ സാധിച്ചു. Problem is still there, ആ പ്രശ്നങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ട്, but he is very much at rest." എന്നാൽ താൻ വളരെ You വിശ്രമത്തിലായിരുന്നു. know, we can talk about so many people like this. നമുക്ക് അനേകരെ കുറിച്ച് ഇങ്ങനെ പറയാൻ സാധിക്കും. This can be true of you, and this can be true of me. ഒരുപക്ഷെ നിങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ എന്നെ കുറിച്ചും ഇത് സത്യമാണ്. May the Lord bless these words to us. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.